പിന്നെ കുറവാണല്ല ആൾക്കാരൊക്കെ പഠിച്ച് മടുത്തു തോന്നുന്നത്. ഓക്കെ, വരുന്നവരൊക്കെ വരട്ടെ. നമ്മൾ എന്തായാലും തുടങ്ങാൻ പോവാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു നമ്മൾ ഇനി ഒരു പുതിയ ചാപ്റ്റർ ആണ് തുടങ്ങാൻ പോകുന്നത് അല്ലേ? പറഞ്ഞില്ലേ? പറഞ്ഞല്ലോ. പറഞ്ഞിരുന്നു അല്ലേ? മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ PDF ഒക്കെ എടുത്ത് ഒരുങ്ങിയിരിക്കാനൊക്കെ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സില്. അപ്പൊ നമ്മള് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ 4ാമത്തെ മൊഡ്യൂളിലായിരിക്കും കിടക്കണ്ടാവുക. 4ാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടായിരിക്കും മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ചെക്ക് ചെയ്താൽ കാണാം. പഴയ സിലബസ് നോക്കിയിട്ടല്ല ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരു സിലബസ് 4 മൊഡ്യൂൾ വൈസ് ആയിട്ട് തിരിച്ച് ഓരോ മൊഡ്യൂളിലും വരുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നിരിക്കും. നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും ഇല്ലേ? അങ്ങനെ ഏതെങ്കിലും ആൾക്കാർ കണ്ടവരുണ്ടോ? കണ്ടവരുണ്ട്. അപ്പൊ അതായത് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ചില ആളുകളൊന്നും അത് കണ്ടിട്ടുണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് ഇതുപോലെ സെൻഡ് ചെയ്യുന്ന ക്ലാസ്സുകളായിക്കോട്ടെ, റെക്കോർഡഡ് ക്ലാസ്സുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ഇൻഫോർമേഷൻസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചിലവര് അതൊന്നും കാണില്ല. എന്നിട്ട് പിന്നെ നമുക്ക് എന്താണ് പറയാ, അവർക്ക് ഒരുപാട് ഡൗട്ടുകൾ പലതിനെയും കുറിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങൾ വരുമ്പോ അതെന്താണ് അതിനകത്തുള്ളത് എന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലേ കാര്യങ്ങൾ വ്യക്തമാകുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഡൗട്ടായിരിക്കും, ഇത് എന്തൊക്കെയാണ് ഇപ്പൊ ഇവിടെ നടക്കണേ അല്ലെ? മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ 1ഉം 2 മൊഡ്യൂളിലാണല്ലോ കിടക്കണേ. ഇതെന്താ ഇപ്പൊ എടുക്കുന്നത്? 1ഉം 2 മൊഡ്യൂളിൽ തീർന്നു, നമ്മൾ അതിന്റെ പരീക്ഷകൾ കഴിഞ്ഞു. നിങ്ങൾക്ക് പുതിയതായിട്ട് സിലബസ് ഒരു എക്സാം ഡിപ്പാർട്ട്മെന്റ് നമ്മളുടെ ചാപ്റ്റേഴ്സിനെയൊക്കെ ഷഫിൾ ചെയ്തിട്ട് വേറൊരു രീതിയിലേക്ക് ആക്കി തന്നു. അത് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ രീതിയിലാണ് ഇപ്പൊ ടീച്ചേഴ്സ് ഇവിടെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. 1ഉം 2 മൊഡ്യൂളുകൾ നമ്മൾ തീർന്നു, എക്സാംസ് കഴിഞ്ഞു. ഈ 3rd and 4th മൊഡ്യൂളാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതില് 13+11 24 ചാപ്റ്റേഴ്സ് ആണ് ഈ 2 മൊഡ്യൂളുകളുടെ ഉള്ളത്. ആ 24 ചാപ്റ്റേഴ്സ് എല്ലാവരും കൂടി എടുക്കാൻ തോന്നുന്നു. നിങ്ങളൊന്ന് എൻഷുർ ചെയ്യുക, എന്ന് കൺഫേം ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ചാപ്റ്റേഴ്സ് മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങളോടൊന്ന് നോക്കാൻ പറയണേ. അപ്പൊ എന്തെങ്കിലും ഇടയ്ക്ക് മിസ്സായി പോയ ടീച്ചേഴ്സ് അല്ലേ ഇപ്പൊ പലരും വന്ന് എടുക്കുന്നതാണ്. ആദ്യം 24 ചാപ്റ്റർ എല്ലാവരും കൂടി എടുക്കണ്ടോന്നൊന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് ഓരോ ചാപ്റ്ററിന്റെ പേര് ടീച്ചർമാർ എന്തായാലും പറയുന്നുണ്ട്. പറയാൻ മാത്രമല്ല, നമുക്കിവിടെ പ്രസന്റ് ചെയ്യുന്ന നോട്ട്സ് കണ്ടാലും നിങ്ങൾക്ക് അറിയാം പുതിയ പുതിയ ചാപ്റ്റേഴ്സ് വരുമ്പോൾ അവിടെ ചാപ്റ്ററിന്റെ നമ്പറൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്തു എന്ന് അറിയാൻ പറ്റും. ഇനി എത്ര എടുക്കാനുണ്ടെന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഭയങ്കര സംശയങ്ങൾ വരും. ഇതവിടെ കിടക്കുന്ന ചാപ്റ്റർ ആണ്, ഇതെന്താ ഇപ്പൊ എടുക്കുന്നത്, ഇത് എടുത്തോ, ഇത് എടുത്തില്ലേ, അങ്ങനെയൊക്കെ കൺഫ്യൂഷൻസ്. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് വരുന്ന പ്രശ്നമാണ്. അല്ലാതെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ സെൻഡ് ചെയ്ത് വിടുന്നുണ്ട്. സോ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കുക, മനസ്സിലാക്കുക, ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ, അപ്പൊ നമ്മള് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എടുക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. 4ാമത്തെ മൊഡ്യൂളിലെ 1ാമത്തെ ചാപ്റ്റർ ആണ്. 4ാമത്തെ മൊഡ്യൂളിൽ 11 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഈ 3ാമത്തെ മൊഡ്യൂളിലുള്ള ചാപ്റ്റേഴ്സ് ഏകദേശം അവസാനിക്കാറായി എന്നാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത് അല്ലെ? എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ഉള്ളൂ. കുറച്ചു പേരെങ്കിൽ ഇപ്പൊ അത് തീർന്നുണ്ടാവും. കാരണം ഞാനത് ചോദിച്ചത് കഴിഞ്ഞ ഫ്രൈഡേയിലാണ്. വീണ്ടും 1 വീക്ക് കംപ്ലീറ്റ്ലി കഴിഞ്ഞു. അടുത്ത ഫ്രൈഡേയിലേക്ക് എത്തിയപ്പോ തീർച്ചയായിട്ടും ഏതെങ്കിലുമൊക്കെ ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകൾ തീർന്നിട്ടുണ്ടാകും. അവരും 4th മൊഡ്യൂളുകളിലേക്ക് കയറിയിട്ടുണ്ടാകും. റൈറ്റ്? ശരിയല്ലേ? ഓക്കെ, അതൊന്ന് കൺഫേം ആക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് ഞാനേ ചോദിക്കുള്ളൂ. അവരോട് പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ അടുത്ത് എനിക്ക് തന്നെയാണ് ചോദിക്കാൻ പറ്റുള്ളൂ. കാരണം ഏതെങ്കിലും ചാപ്റ്റർ ഇടയിൽ വിട്ടു പോകണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺഫർമേഷന് വേണ്ടി നിങ്ങളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്. സമയം കളയാനല്ല കേട്ടോ, വെറുതെ വന്നിരുന്ന് സമയം കളയാൻ വേണ്ടി ഞാൻ ചോദിച്ചിരുന്ന കാര്യമല്ല. ഓക്കെ, സോ നമുക്ക് ഇനി മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോകാം. ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ആ ഒരു കാര്യം, അങ്ങനെ ഒരു കാര്യം കേൾക്കാത്തവരായിട്ട് ആരും ഒന്നും ഉണ്ടാവില്ല അല്ലെ? ഏതെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസ് സ്കീമില് എന്താ പറയാ ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് സ്കീം എടുത്തവരായിരിക്കുള്ളൂ. നമ്മളിൽ പലരും തന്നെ ഏതെങ്കിലുമൊക്കെ ഇൻഷുറൻസ് സ്കീമില് പാർട്ടിസിപ്പേറ്റ് ചെയ്തവരായിരിക്കും നമ്മളെല്ലാവരും തന്നെ.
ഒത്തിരി ഇൻഷുറൻസ് പദ്ധതികളുണ്ട്, ലൈഫ് ഇൻഷുറൻസ് പദ്ധതികളുണ്ട് അല്ലെ, ജനറൽ ഇൻഷുറൻസ്, നമ്മുടെ പ്രോപ്പർട്ടീസും മറ്റു വസ്തുവകകളും ഒക്കെ ഇൻഷുർ ചെയ്യാൻ പറ്റിയ ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന, ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ഒരുപാട് ഇൻഷുറൻസ് സ്കീമുകളും ഉണ്ട്. അപ്പൊ ഇത്തരം ഇൻഷുറൻസ് സ്കീമുകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലൊക്കെ നമ്മള് എന്താ പറയാ സ്വാഭാവികമായിട്ടും എല്ലാവരും ഉൾപ്പെട്ടവരായിരിക്കാം. നമ്മളിപ്പോ ഇന്നത്തെ കാലത്താണെങ്കിൽ ഏത് വാഹനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോ, ഇന്നത്തെ കാലത്ത് ഒരു 2 വീലറെങ്കിലും ഇല്ലാത്ത വീടുകളൊക്കെ വളരെ റെയറാണ്. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ വാങ്ങിക്കുമ്പോൾ വണ്ടികൾക്കും ഇൻഷുർ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വണ്ടി തരുന്ന കമ്പനിക്കാർ അത് ഇൻഷുർ ചെയ്തിട്ട് അപ്പോഴേ നമ്മൾ അതിന്റെ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. ബിക്കോസ് ഈ വണ്ടിയാണ് ഓടിക്കേണ്ടത്, റോഡിലാണ്, റോഡില് നമുക്ക് മാത്രമല്ല പബ്ലിക് റോഡാണ്, അവിടെ ആർക്കും ഏത് രീതിയിലും വണ്ടി ഓടിക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഓട്ടപ്പാച്ചിൽ ആളുകളുടെ അല്ലെ. അപ്പൊ നമ്മള് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രൈവർ ആണെന്ന് വിചാരിച്ച് നമ്മള് ഡ്രൈവ് ചെയ്യണം. പക്ഷെ ബാക്കിയുള്ളവരെല്ലാവരും പെർഫെക്റ്റ് അല്ലാന്ന് കൂടി അതിന്റെ ഒപ്പം തന്നെ ചിന്തിക്കണം. കാരണം ഏത് രീതിയിലുള്ള ആക്സിഡന്റുകളാണ് സംഭവിക്കാമെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വാഹനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോഴൊക്കെ അതിനകത്ത് ഇൻഷുറൻസ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഇൻഷുറൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരായിരിക്കും നമ്മളെല്ലാവരും തന്നെ. അപ്പൊ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു നമ്മൾ കേൾക്കാത്ത ഒരു ടോപ്പിക് അല്ല, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് അല്ല, ഇത് ഒരു കോമൺ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് മെഡിക്കൽ ഇൻഷുറൻസിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. സോ ബിഫോർ സ്റ്റഡിങ് വാട്ട് ഈസ് മെഡിക്കൽ ഇൻഷുറൻസ് ആൻഡ് വാട്ട് ആർ ദ മെഡിക്കൽ ഇൻഷുറൻസ് സ്കീംസ് ഇൻക്ലൂഡഡ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ലെറ്റ്സ് സീ വിച്ച് ആർ ദ ഇമ്പോർട്ടന്റ് ടേംസ് കണക്റ്റഡ് ടു ഇൻഷുറൻസ്. ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ടേമുകളാണ് നമ്മളിപ്പോ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോ ഒരു കാര്യം പുതിയതായിട്ട് പഠിക്കുമ്പോൾ ആ പുതിയ കാര്യത്തിന് ഇൻക്ലൂഡഡ് ആകുന്ന, അല്ലെങ്കിൽ അതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന, ഓരോ പ്രാവശ്യം നമ്മൾക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന എന്താ പറയാ ചില ടേമുകൾ ഉണ്ടല്ലോ. ആ ടേമുകൾ എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടണം. അപ്പൊ അതുകൊണ്ട് ആ ടേമുകളാണ് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് ആണ്. എന്തായിരിക്കും ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്നത്? It is the insurance which meets medical expenses caused by diseases, injuries or accidents. അതായത് നമുക്കുണ്ടാകുന്ന രോഗങ്ങള്, മുറിവുകള്, പരിക്കുകള്, അതുപോലെ തന്നെ ആക്സിഡന്റുകള്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്കുണ്ടാകാവുന്ന മെഡിക്കൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്ന, അതായത് ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള ചെലവുകൾ മീറ്റ് ചെയ്യുന്ന ഇൻഷുറൻസിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വിളിക്കുക. ഓക്കെ, കുറച്ചുകൂടി നേരത്തെ ജോയിൻ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. കാരണം ഇപ്പൊ 38 കുറച്ചു നേരത്തെ ഞാൻ വിശേഷമൊക്കെ പറഞ്ഞു. വിശേഷമല്ല, എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അറിയുക എന്നുള്ളത് നടത്തി കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി ലേറ്റ് ആണ്. നിങ്ങൾ 38 എന്ന് പറയുമ്പോൾ 8 മിനിറ്റ് വൈകിട്ടുണ്ട്. അപ്പൊ ചാപ്റ്ററിന്റെ പേരൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ലേ? ഇല്ലേ? കാണുന്നില്ലേ? പ്രസന്റ് ചെയ്തിരിക്കുന്ന ചാപ്റ്റർ 1 മെഡിക്കൽ ഇൻഷുറൻസ്. ഏതിലെ? മൊഡ്യൂൾ 4-ലെ. ഓക്കെ, കുറച്ചുകൂടി നേരത്തെ എല്ലാവരും കയറാനായിട്ട് നോക്കുക കേട്ടോ. 8 പേരായിരുന്നു നമ്മുടെ 1:30 ക്ലാസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ അത് കഴിഞ്ഞ് വന്നവരാണ്. സോ ഇൻ ബിറ്റ്വീൻ നമ്മൾ ഇടയിൽ കൂടിയേ നമ്മളൊരു സാധനത്തെ ബ്രേക്ക് ചെയ്ത് വേറെ ടോപ്പിക്കിലേക്ക് മാറുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും തന്നെ. അതിനിടയ്ക്ക് വേറെ എന്തോ ഒരു കാര്യം കൂടി ചോദിച്ചില്ല. ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻസ് തരിക എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മള് ചോദ്യങ്ങളായിട്ട് തരുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ലത് ചോദ്യം കൊടുത്ത് ഉത്തരം പഠിക്കാൻ നമ്മൾ LKG സ്റ്റുഡൻസ് ഒന്നുമല്ല അല്ലെ. അതിനുവേണ്ടി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ തരുന്നുണ്ട്, മറ്റു ഒരുപാട് കാര്യങ്ങൾ തരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനേക്കാൾ ഭേദം ആ ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ എടുത്തത്. മാർക്ക് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. കണ്ട, അപ്പൊ അത് ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് പറയുന്ന കാര്യങ്ങൾ ഫുള്ളായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ തുടക്കമൊക്കെ ക്ലാസിന്റെ ബിഗിനിങ്ങിൽ നമ്മൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എൻഡ് ഓഫ് ദ ക്ലാസിന്റെ അവസാനം നമ്മൾ എന്തെങ്കിലും പറയും, എനിക്ക് പറയാനുള്ള കോമൺ കാര്യങ്ങൾ. അല്ലാന്നുണ്ടെങ്കിൽ ഇടയിൽ വെച്ച് പറഞ്ഞാൽ നമുക്കത് എല്ലാവർക്കും ചിലപ്പോ ഇഷ്ടപ്പെട്ടില്ല, അത് ഡിസ്റ്റർബൻസ് ആകുന്നുണ്ട്, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ബിഗിനിങ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇടയിൽ ഒരു കാര്യവും ഡിസ്കസ് ചെയ്യാതെ പഠിക്കുന്ന ചോദിക്കുന്ന ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനത്തിലുള്ള സംശയമൊക്കെ അന്നേരം തന്നെ പറയും കേട്ടാ.
ഓക്കെ, അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇൻഷുറൻസ് വിച്ച് മീറ്റ്സ് മെഡിക്കൽ എക്സ്പെൻസസ് വിച്ച് ഇസ് കോസ്ഡ് ബൈ ഡിസീസസ്, ഇഞ്ചുറീസ്, ആക്സിഡന്റ്സ് എക്സെട്ര. അല്ലെ, നമുക്കുണ്ടാകുന്ന പരിക്കുകൾക്ക്, രോഗങ്ങൾക്ക്, ആക്സിഡന്റുകൾക്കൊക്കെ കിട്ടുന്ന, അതായത് അത്തരം എക്സ്പെൻസുകൾ, മെഡിക്കൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസിനെയാണ് നമ്മൾ ആരോഗ്യ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വിളിക്കുക. ആൻഡ് in insurance there are mainly two parties. ഒരു ഇൻഷുറൻസ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും രണ്ട് പാർട്ടീസ് ആണ് ഉള്ളത്. രണ്ട് പാർട്ടീസ് എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ, അല്ലെങ്കിൽ വ്യക്തികളോ സ്ഥാപനങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെയുള്ള രണ്ട് പാർട്ടീസ് ആരൊക്കെയാണ്? ആ രണ്ട് പാർട്ടീസ് ഹു ആർ റിലേറ്റഡ് ടു ഇൻഷുറൻസ്. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ആ രണ്ട് വ്യക്തികൾ ഒന്ന് ഇൻഷുവേർഡും ഒന്ന് ഇൻഷുററുമാണ്. ആരാണ്? ഇൻഷുവേർഡും ഇൻഷുററും. ആരാണ് ഇൻഷുവേർഡ്, ആരാണ് ഇൻഷുറർ? ഇൻഷുവേർഡ് is the person or a business which who gets compensated if a loss occur. ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടസാധ്യതകൾ ഉണ്ടായാൽ, നഷ്ടങ്ങൾ ഉണ്ടായാൽ ആ നഷ്ടങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടുന്ന, കോമ്പൻസേഷൻ നഷ്ടപരിഹാരം ലഭിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭമോ, അതിനെയാണ് നമ്മൾ ഇൻഷുർഡ് എന്ന് വിളിക്കുക. വ്യക്തികളാകാം, എന്താണ് പറയാ, ബിസിനസ് സംരംഭങ്ങളാകാം. വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ പങ്കാളിയാണ്, ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആളാണ്. ഐ മീൻ ലൈഫ് ഇൻഷുറൻസ്, LIC ഹോൾഡർ ആണ്. അപ്പൊ ഞാനൊരു ലൈഫ് ഇൻഷുറൻസ് എടുത്തു കഴിയുമ്പോൾ ആ ഇൻഷുറൻസ് ഞാനാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇത്ര അഷ്വേർഡ് ആയിട്ടുള്ള ഒരു പോളിസിയാണ്. 5 ലക്ഷത്തിന്റെ ആയിരിക്കാം, 10 ലക്ഷത്തിന്റെ ആയിരിക്കാം, 2 ലക്ഷത്തിന്റെ ആയിരിക്കാം. അത് പോളിസിയുടെ സം അഷ്വേർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഒരു തുകയ്ക്കുള്ള ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ എടുത്തിരിക്കുന്ന വ്യക്തി ഞാനാണ്. അപ്പൊ എനിക്ക് എന്റെ ലൈഫ് ഇൻഷുറൻസ് ആകുമ്പോൾ അറ്റ് ദ ടൈം ഓഫ് മൈ ഡെത്ത് ഓർ ദ മെച്യൂരിറ്റി ഓഫ് ദ ഇൻഷുറൻസ് വിച്ച് എവർ കംസ് ഏർലിയർ, അല്ലെ, എന്റെ മരണം അല്ലെങ്കിൽ എനിക്ക് ഞാൻ എടുത്തിരിക്കുന്ന പോളിസിയുടെ ഡ്യൂറേഷൻ, മെച്യൂരിറ്റി ഡേറ്റ് 10 years ആകാം, 5 years ആകാം, ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്ത് എനിക്ക് അതിന്റെ കോമ്പൻസേഷൻസ് തരുന്നു. അപ്പൊ എനിക്കാണ് കോമ്പൻസേഷൻ കിട്ടുന്നത്. അപ്പൊ എന്നെയാണ് എന്ത് വിളിക്കുക? ഇൻഷുർഡ് എന്ന് വിളിക്കുക. ആൻഡ് ദ പേഴ്സൺ ഓർ ദ കമ്പനി ഹു പ്രൊവൈഡ്സ് ദാറ്റ് കോമ്പൻസേഷൻ, ആരാണ് കോമ്പൻസേഷൻ കൊടുക്കുന്ന കമ്പനിയെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഇൻഷുറർ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇൻഷുറർ എന്ന് വിളിക്കും. ഓക്കെ, ഇൻഷുറർ എന്ന് പറയുന്നത് ആരാ? ഇൻഷുറൻസ് കമ്പനി ഇറ്റ്സെൽഫ്. ഇൻഷുറർ എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിയാണ്. അപ്പൊ ഇൻഷുവേർഡ്, ഇൻഷുവേർഡ് എന്ന് പറയുന്നത് ആർക്കാണോ ആ ഒരു ലോസ് ഓക്കർ ചെയ്യുന്ന സമയത്ത് കോമ്പൻസേഷൻ കിട്ടുന്നത് അവരെ വിളിക്കുന്ന പേരാണ് ഇൻഷുവേർഡ്. ഇൻഷുറർ എന്ന് പറയുന്നത് ഈസ് ദ കമ്പനി ഹു പേസ് ദ കോമ്പൻസേഷൻ. ആ കോമ്പൻസേഷൻ എമൗണ്ട് കൊടുക്കുന്ന കമ്പനിയെ നമ്മൾ ഇൻഷുറർ എന്ന് വിളിക്കും. ഗോട്ട് ഇറ്റ്? ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ നമ്മുടെ സെന്റൻസിൽ അവിടെ ഒരു ചെറിയ തെറ്റുകൾ കിടക്കുന്നുണ്ട്, അത് നമുക്ക് തിരുത്താം. ഒന്ന് വേഗം എല്ലാവരും കൂടെ കൂടിക്കൊള്ളട്ടെ. The insured is a person or business that gets compensated if the loss occurs. ഒരു കുത്തിടാമോ? ഒരു ഫുൾ സ്റ്റോപ്പ്, occur വരെ ഉള്ളൂ ഇൻഷുർഡിന്റെ എക്സ്പ്ലനേഷൻ. ഇൻഷുർഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് കോമ്പൻസേഷൻ കിട്ടുന്ന വ്യക്തികളെയോ അതുപോലെ തന്നെ ബിസിനസ് സംരംഭത്തെയോ ആണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഷുർഡ്. ഒക്കെ കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യണം? ഈസ് നോൺ ആസ് ദ എന്ന് പറയുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്തത്, സ്ട്രൈക്ക് ചെയ്തേക്ക്, അത് വെട്ടിക്കളയേണ്ടത് ആവശ്യമില്ലാത്തതാണ്. വെട്ടിയല്ലോ? സെന്റൻസിലോ ചെറിയ തെറ്റുകൾ കിടക്കുന്നുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യുന്നതാണ് നമ്മള്. ഓക്കെ, അടുത്ത സെന്റൻസ് വീണ്ടും ഇൻഷുറർ ഈസ് ദ കമ്പനി. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പിന്റെ ആവശ്യമില്ല. ഈസിന് അവിടെ ഐക്ക് ക്യാപിറ്റൽ ലെറ്ററിന്റെയും ആവശ്യമില്ല. ഈസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്ററിലായിട്ടും ഐ എഴുതേണ്ടത് കേട്ടാ. ഇൻഷുറർ കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇല്ല. ഇൻഷുറർ ഈസ് ദ കമ്പനി ദാറ്റ് അഗ്രീസ് ടു പേ ദ കോമ്പൻസേഷൻ. കമ്പനി ആണ് അത് ഇൻഷുറൻസിന്റെ കോമ്പൻസേഷൻ തരാമെന്ന് എഗ്രി ചെയ്യുന്ന അവരെയാണ് നമ്മൾ ഇൻഷുറർ എന്ന് വിളിക്കുക. അത് ആ ഇൻഷുറൻസ് കമ്പനിയാണ്. തിരുത്തിയോ? ഓക്കെ, അപ്പൊ നമ്മൾ ആ സെന്റൻസ് ഒന്ന് ക്ലിയർ ചെയ്തതാണ്. അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഇത് എവിടെ അവസാനിച്ചേ? ആവശ്യമില്ലാത്തവർക്ക് കൊണ്ടുപോയി ഫുൾ സ്റ്റോപ്പ് കിടക്കുന്നുണ്ട്, അത് നമ്മളൊന്ന് തിരുത്തിയതാ. ഇൻഷുറർ ഇൻഷുർഡും വേറെ വേറെ ആൾക്കാരാണ്. ഇൻഷുർഡ് എന്ന് പറയുന്നത് ബിസിനസ്സില് അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ ഒരു വ്യക്തി അവർക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ ആർക്കാണോ കിട്ടുന്നത് അതിനെയാണ് നമ്മൾ ഇൻഷുർഡ് എന്ന് വിളിക്കുക. ഇൻഷുറൻസ് കമ്പനിയെയാണ് നമ്മൾ ഇൻഷുറർ എന്ന് വിളിക്കുക. ഇനി അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കോമ്പൻസേഷൻ കിട്ടുന്നുണ്ട് അല്ലെ? ഗവൺമെന്റിന്റെ പദ്ധതികൾ അവിടെ നിൽക്കട്ടെ, അതല്ലാതെയുള്ള ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ. അതായത് നമ്മളിപ്പോ LIC എടുത്തിരിക്കുന്ന വ്യക്തിയാണ്, നമുക്ക് ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയിൽ ഒരു ഇൻഷുറൻസ് നമ്മൾ എടുക്കും, LICയിൽ ചേർന്നിരിക്കുന്ന ആളാണ്.
നമ്മൾ എന്ത് ചെയ്യണം? മന്ത്ലിയോ അല്ലെങ്കിൽ ക്വാർട്ടർലിയോ അല്ലെങ്കിൽ ഹാഫ് ഇയർലിയോ അല്ലെങ്കിൽ ഇയർലിയോ ഒരു നിശ്ചിത തുക ഇങ്ങനെ അടയ്ക്കും അല്ലെ. ഇൻഷുറർക്ക് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഈ ഓൺലൈൻ പേയ്മെന്റ് ഒക്കെ സാധ്യമായതുകൊണ്ട് എന്താ പറയാ ബാങ്കിലേക്ക് തന്നെ അങ്ങനെയുള്ള ഒരു ഇൻറ്റിമേഷൻ കൊടുത്തിരിക്കും. എന്ത് LIC അടച്ചു കൊടുത്തോളാനുള്ളത്. അപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആ കൃത്യം ഡേറ്റിൽ എന്ത് ചെയ്തു, ആ LICയുടെ എമൗണ്ട് എത്രയാണോ നമ്മൾ അടയ്ക്കേണ്ടത് അത് കൃത്യമായിട്ട് അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ മാസം ആയിട്ടായിരിക്കാം ചിലത്. അത് കണ്ടീഷൻസ് ആൻഡ് ടേംസ് ഒക്കെ ഉണ്ട് ഓരോ ഇൻഷുറൻസ് എഗ്രിമെന്റിനും. അതനുസരിച്ച് ചിലപ്പോൾ മാസത്തിലായിരിക്കാം, മന്ത്ലി ആയിരിക്കാം, ക്വാർട്ടർലി ദാറ്റ് മീൻസ് വൺസ് ഇൻ 3 months ആയിരിക്കാം, അല്ലെങ്കിൽ ഹാഫ് ഇയർലി അരവർഷം കൂടുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഇയർലി അടയ്ക്കുന്ന പോളിസീസും ഉണ്ട്. അങ്ങനെ ഓരോ മാസവും നമ്മൾ ഇങ്ങനെ അടയ്ക്കുന്ന ആ എമൗണ്ടിനെ ഇൻഷുറർക്ക് അടയ്ക്കുന്ന എമൗണ്ടിനെ പ്രീമിയം എന്നാണ് വിളിക്കുക. സോ ആ ഒരു സെന്റൻസും നമുക്കൊന്ന് തിരുത്താറുണ്ട്. ദ മണി ദാറ്റ് ഈസ് പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് ടു ദ ഇൻഷുറർ ഈസ് കോൾഡ് പ്രീമിയം. ഈസ് കോൾഡ് പ്രീമിയം അവിടെ ഇല്ല, അതൊന്ന് എഴുതാമോ? ഈസ് കോൾഡ് പ്രീമിയം. The money that is paid by the insured to the insurer is called premium. എഴുതി? ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്താന്ന് പറഞ്ഞു. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് രണ്ട് വ്യക്തികളുണ്ട് എന്ന് പറഞ്ഞു. അതാരൊക്കെയാ? ഇൻഷുർഡും ഇൻഷുററും. അതാരാണ് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് പ്രീമിയം എന്താണെന്നാണ്. പ്രീമിയം എന്ന് പറയുന്നത് നമ്മളൊരു പോളിസി എടുത്തു കഴിഞ്ഞാൽ നിശ്ചിത തുക ഇൻഷുറൻസ് കമ്പനിക്ക് ഇൻഷുർഡ് തീർച്ചയായിട്ടും അടയ്ക്കേണ്ടി വരും. ആ എമൗണ്ടിനെയാണ് ആ മണീനെയാണ് നമ്മൾ പ്രീമിയം എന്ന് വിളിക്കുക. അടുത്തത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നതാണ്. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി, ഹെൽത്ത് ഇൻഷുറൻസ് എന്താന്ന് പറഞ്ഞല്ലോ. എന്താണ്? ഇൻഷുറൻസ് വിച്ച് മീറ്റ്സ് ദ മെഡിക്കൽ എക്സ്പെൻസസ് വെൻ എ ഡിസീസ് ഓർ an accident occur. ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളും ആക്സിഡന്റുകളും ഒക്കെ വരുമ്പോ നമുക്ക് ഉണ്ടാകുന്ന മെഡിക്കൽ ചെലവുകളൊക്കെ വഹിക്കുന്ന ഇൻഷുറൻസിനെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് വിളിക്കുക. അങ്ങനെ മെഡിക്കൽ ചെലവുകൾ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ ബേസിസിൽ നമ്മൾ ആ ഒരു മെഡിക്കൽ ചെലവുകൾ തീർക്കാം അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്തോളാം എന്ന് ഇൻഷുറർ എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനി എഗ്രി ചെയ്യുന്നത്. ആ എഗ്രിമെന്റിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് വിളിക്കുക. ആ ഒരു എഗ്രിമെന്റ് ഇല്ലേ, കരാറ്. ആരൊക്കെ തമ്മിലാ? ഇൻഷുർഡും ഇൻഷുററും, അതായത് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഗ്രൂപ്പും അതുപോലെ ഇൻഷുററും തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ട്. എന്ത്? ടു പ്രൊവൈഡ് ദ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ്. ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് നിങ്ങൾക്ക് തരാം. എങ്ങനെ? ഓൺ എ പർട്ടിക്കുലർ പ്രീമിയം. ഇത്ര രൂപ പ്രീമിയം വെച്ച് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഈ പറയുന്ന മെഡിക്കൽ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാനുള്ള കവറേജ് ഞങ്ങൾ തന്നോളാം എന്നുള്ള ഒരു എഗ്രിമെന്റ് അവിടെ ഉണ്ടാകുന്നുണ്ട് ഇൻഷുററും ഇൻഷുർഡും തമ്മിൽ. ആ എഗ്രിമെന്റിനാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് വിളിക്കുക. ഈ പേജിലെ എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്നും അണ്ടർലൈൻ ചെയ്യാൻ ഞാൻ പറയുന്നില്ല. ബിക്കോസ് ഇതെല്ലാം ടേംസ് ആണ്. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില ടേമുകളാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എല്ലാം തന്നെ. സോ ഓൾ ദീസ് ടേംസ് ആർ വെരി വെരി ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പേജിൽ ഒന്നും തന്നെ മാർക്ക് ചെയ്യാൻ പറയുന്നില്ല. മാർക്ക് ചെയ്യാതെ ആവുമ്പോ അത് ഇമ്പോർട്ടന്റ് അല്ലാണ്ട് അത് തീർച്ചയായിട്ടും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ അത് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. എങ്ങനെ ഇമ്പോർട്ടന്റ് ആണ് ഈ പേജ് ഫുൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണെന്ന് എഴുതിക്കുക. ഇൻഷുറർ എന്ന് പറയുന്നത് ഇൻഷുറൻസിന്റെ എമൗണ്ട് കവറേജ് തന്നോളാം എന്ന് എന്ന് ഉറപ്പ് തരുന്ന, എഗ്രി ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ കോമ്പൻസേറ്റ് ചെയ്തോളാം എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനി, അവരെയാണ് ഇൻഷുറർ എന്ന് വിളിക്കുന്നത്. ഉദാഹരണം പറയാം, ഞാൻ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നു, ഒരു LIC എടുത്തിരിക്കുന്നു, ഞാൻ ഇൻഷുർഡ്, എനിക്ക് ഇൻഷുറൻസിന്റെ എമൗണ്ട് തരേണ്ട ആ കമ്പനി, അതാണ് ഇൻഷുറർ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് തോന്നുന്നു. അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്താണെന്ന് മനസ്സിലായല്ലോ. ഇറ്റ്സ് ദ എഗ്രിമെന്റ് ബിറ്റ്വീൻ ഇൻഷുറർ ആൻഡ് ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ്. ഇനി അപ്പൊ അവിടെ ഒരു ഇൻഡിവിജ്വൽ ഒരു ഗ്രൂപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെയും കണ്ടു. എന്താണ്? എവിടെയും കണ്ടിരുന്നു നേരത്തെ. ഇൻഷുർഡ് ഇസ് എ പേഴ്സൺ ഓർ ബിസിനസ് ഗെറ്റ്സ് കോമ്പൻസേറ്റഡ് അല്ലെ. അതായത് ഇപ്പൊ ഞാൻ ഒരു പോളിസി എടുത്തിരിക്കുന്നു, അപ്പൊ ഞാൻ ഇൻഷുർഡ് ആണ്, വ്യക്തിയാണ്. അതേസമയം ചില ബിസിനസ് സംരംഭങ്ങള് എന്ത് ചെയ്യാറുണ്ട്? ബിസിനസ് ഓർഗനൈസേഷൻസിന്റെ ഒക്കെ എംപ്ലോയർമാര് അവിടെയുള്ള എംപ്ലോയീസിന്റെ വർക്കേഴ്സിന്റെ പേരിൽ, ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സിന്റെ പേരിലൊക്കെ എന്ത് ചെയ്യും? പോളിസി എടുക്കും, ഇൻഷുറൻസ് എടുക്കും. എന്തിനാണെന്നറിയാമോ? അതായത് ടു മിറ്റിഗേറ്റ് ദ ലോസ് അഗൈൻസ്റ്റ് എനി ഡിസീസസ് ഓർ ആക്സിഡന്റ്സ് വിച്ച് കോസ് ഇൻ ദ ഓർഗനൈസേഷൻ ഇറ്റ്സെൽഫ്.
അതായത് ആ ഒരു ഓർഗനൈസേഷനിൽ ഇവർ ചെയ്യുന്ന ജോലി ചിലപ്പോൾ ചില റിസ്ക് ആയിട്ടുള്ള ജോലികളായിരിക്കാം. എന്ന് വെച്ചാൽ അപകട സാധ്യതകൾ കൂടുതലാകാം, രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതകൾ കൂടുതലുള്ള ചില ജോലികളായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ അപകടങ്ങളോ നേരത്തെ തന്നെ വരും എന്ന് വിചാരിച്ചിട്ട് എംപ്ലോയർ ഇവരുടെ പേരിൽ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ ആയിരിക്കും, ആ ഗ്രൂപ്പിന്റെ പേരിലൊക്കെ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നു. അതുകൊണ്ടാണ് അവിടെ ഒരു ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. എന്ത് ഇവിടെ പറഞ്ഞല്ലോ നേരത്തെ, എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞപ്പോ എഗ്രിമെന്റ് ബിറ്റ്വീൻ ഇൻഷുറർ ആൻഡ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്, ഒരു സ്ലാഷ് ഇട്ടത് ഗ്രൂപ്പ് നേടിയുണ്ട്. അതുകൊണ്ടാണ് അവിടെ ആ ഗ്രൂപ്പ് വന്നേക്കണേ കേട്ടോ. ഒന്നിലധികം പേരിലൊക്കെ ആളുകളുടെ പേരിൽ ഈ ബിസിനസ്സുകാരൊക്കെ എന്ത് ചെയ്യുന്നു, അവരുടെ വർക്കേഴ്സിന്റെ പേരിലൊക്കെ ഇതുപോലെ പോളിസീസ് എടുക്കും. അപ്പൊ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ബിസിനസ്സിനകത്ത് വെച്ച് തന്നെ ഉണ്ടാകുകയാണെങ്കിൽ, ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ, ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ അവരുടെ ആ ചെലവുകൾ മീറ്റ് ചെയ്യാൻ എംപ്ലോയർ വലിയ ഹ്യൂജ് എമൗണ്ട് അയാളുടെ ബിസിനസിന്റെ പെട്ടിയിൽ നിന്ന് കൊടുക്കണ്ട. പകരം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു പരിധി മുക്കാലും ഒക്കെ മിറ്റിഗേറ്റ് ചെയ്യാൻ, ആ ലോസിനെ ഒന്ന് കുറയ്ക്കാൻ, അതിന്റെ ലോസിന്റെ ആ നഷ്ടത്തിന്റെ അല്ലെങ്കിൽ അത്തരം മെഡിക്കൽ എക്സ്പെൻസുകളുടെ ആ ഒരു കാഠിന്യം ഒന്ന് കുറയ്ക്കാനായിട്ട് ഇൻഷുറൻസ് കൊണ്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ആ വേർഡ് അവിടെ അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായോ എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന്? മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ നെക്സ്റ്റ് വൺ എന്താണ്? ക്ലെയിം ആണ്. ക്ലെയിം എന്താണ്? ഇനി നമ്മൾ അടുത്തത്, അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് എന്താന്ന് പറഞ്ഞു, മെഡിക്കൽ എക്സ്പെൻസുകളാണ്, മീറ്റ് ചെയ്യാണ് നമ്മളുടെ രോഗങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡൻസിനോ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് വരുന്ന ആ ഒരു ചെലവുകളൊക്കെ മീറ്റ് ചെയ്യുന്നതാണ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എങ്ങനെ നമ്മൾക്ക് ആക്സിഡന്റുകളോ അതുപോലെ തന്നെ എന്തെങ്കിലും രോഗങ്ങളോ വന്നു കഴിഞ്ഞാൽ ഹൗ ദ ഇൻഷുറൻസ് കമ്പനി വിൽ നോ ദാറ്റ്? ഇവരെങ്ങനെ അറിയുന്നത്? നമ്മൾ എന്ത് ചെയ്യണം? അറിയിക്കണം. തീർച്ചയായിട്ടും നമ്മളുടെ ഇങ്ങനെ ആക്സിഡന്റ് പറ്റി അല്ലെങ്കിൽ ഇത്ര വലിയ ഒരു രോഗമായിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, സോ ഐ ഹാവ് ടു ഗെറ്റ് ദ മണി, ആ ഒരു ഇൻഷുറൻസിന്റെ പൈസ എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ എന്റെ ഹോസ്പിറ്റൽസിന്റെ ചെലവുകൾ ഒന്ന് നോക്കണം എന്നുള്ളത് വി ഷുഡ് ഇൻഫോം ദം. അവരെ നമ്മൾ അറിയിക്കണം. ആ അറിയിക്കൽ എന്തിനു വേണ്ടിയിട്ടാ? ഓറഞ്ച് ആപ്പിളൊക്കെ ആയിട്ട് നമ്മളെ കാണാൻ വരാനാണോ? തീർച്ചയായിട്ടും അല്ല. ഇറ്റ് ഈസ് എ റിക്വസ്റ്റ് ഫോർ ദ പേയ്മെന്റ്. ആ ഒരു കവറേജിൽ വരുന്ന പേയ്മെന്റ് തരാൻ എന്ന് അപേക്ഷിക്കുകയാണ് നമ്മൾ. ആ ഒരു അപേക്ഷ, ആ ഒരു റിക്വസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്ലെയിം എന്ന് വിളിക്കുക. ക്ലെയിം എ പേഴ്സൺസ് റിക്വസ്റ്റ് ഫോർ ദ പേയ്മെന്റ് ബൈ ആൻ ഇൻഷുറർ ഓഫ് എ ലോസ് ഒക്കേർഡ് ബൈ ദ പോളിസി. ആ പോളിസിയുടെ കവറേജിൽ വരുന്ന പൈസ നമ്മൾക്ക് തരാൻ പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിയോട് നടത്തുന്ന റിക്വസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്ലെയിം എന്ന് വിളിക്കുക. മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ ആയോ എന്താണ് ക്ലെയിം എന്ന്? മനസ്സിലായോ? അപ്പൊ എനിക്കൊരു ആക്സിഡന്റ് പറ്റി, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, എനിക്ക് ക്ലെയിം ഉണ്ടായിരുന്നു, എനിക്ക് എന്താ പറയാ ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ തന്നെ ഞാൻ അത് എന്ത് ചെയ്യണം? ഞാൻ അല്ലെങ്കിൽ എനിക്കുമായി ബന്ധപ്പെട്ട ആൾക്കാർ വേഗം തന്നെ അത് ഇൻഷുറൻസ് കമ്പനിക്കാരെ അറിയിക്കണം. കാരണം എന്നാലേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ. ഇവരെപ്പോഴും നമ്മുടെ പിന്നാലെ ഇല്ല. ഇവരുടെ കയ്യിൽ എത്രയോ കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും, എത്ര പോളിസീസ് എടുത്തിരിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടായിരിക്കും. അവർക്ക് എന്തൊക്കെ ആക്സിഡന്റ് വരുന്നുണ്ടോ, രോഗം വരുന്നുണ്ടോ എന്ന് നമ്മുടെ പിന്നാലെ നടക്കാൻ പറ്റുമോ? ഇല്ല. സോ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി. നമ്മളാണത് അവരെ അറിയിക്കേണ്ടത്. ആ അറിയിക്കല് ഈ ഒരു ക്ലെയിമിന് വേണ്ടിയിട്ടാണ്. ആ ഒരു റിക്വസ്റ്റ്, അതിനെയാണ് ക്ലെയിം എന്ന് വിളിക്കുക. ആൻഡ് ദ ക്ലെയിം ഈസ് ഡിവൈഡഡ് ഇൻടു ടു. ക്ലെയിം എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. ഫസ്റ്റ് പാർട്ടി ക്ലെയിം ആൻഡ് ദ തേർഡ് പാർട്ടി ക്ലെയിം. ഫസ്റ്റ് പാർട്ടി ക്ലെയിമും ഉണ്ട്, തേർഡ് പാർട്ടി ക്ലെയിമും ഉണ്ട്. അപ്പൊ എന്താണ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം, തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറഞ്ഞാൽ? അപ്പൊ നമ്മൾ വിചാരിക്കും ഇതിനകത്ത് അവിടെ സെക്കൻഡ് പാർട്ടി ഇല്ലാണ്ട് തേർഡ് പാർട്ടിയിലേക്ക് പോയിരുന്നു. ഫസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് എത്ര പാർട്ടീസ് ഉണ്ടെന്ന് അന്നേരം നമ്മൾ പറഞ്ഞത് രണ്ട് പാർട്ടീസ് ആണ്. ഒന്ന് ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് എടുക്കുന്ന ആള്, രണ്ട് ഇൻഷുറർ, ദാറ്റ് മീൻസ് ആ കോമ്പൻസേഷൻ തരുന്ന ആള്, അതായത് ഇൻഷുറൻസ് കമ്പനി. ഓക്കെ, രണ്ടുണ്ടായിരുന്നുള്ളൂ. ഈ മൂന്നാമത് അവിടെ നിന്ന് വന്നു. അപ്പൊ സെക്കൻഡ് പാർട്ടി ക്ലെയിം ഇല്ല. സെക്കൻഡ് പാർട്ടി ക്ലെയിം അല്ലേ, സെക്കൻഡ് പാർട്ടിയാണ് നമുക്ക് ക്ലെയിം തരുന്ന ആൾക്കാരാണ് സെക്കൻഡ് പാർട്ടി, അത് ഇൻഷുറൻസ് കമ്പനിയാണ്. ഫസ്റ്റ് പാർട്ടി ക്ലെയിമും തേർഡ് പാർട്ടി ക്ലെയിമും ആണ് എന്ത് ചെയ്യുന്നത്? രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. പ്ലീസ്, എന്താ കൊച്ചിന്റെ പേര്? ഞാൻ മറന്നുപോയില്ല. അതിനുള്ള റിപ്ലൈ ഞാൻ ലാസ്റ്റ് തരാം. ഇപ്പൊ തൽക്കാലം ക്ലാസ് കേട്ടോണ്ടിരിക്കുക കേട്ടാ. കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി, നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പൊ എന്താണ് ഫസ്റ്റ് പാർട്ടി ക്ലെയിമും തേർഡ് പാർട്ടി ക്ലെയിം? എന്താണ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം? ഓക്കെ, അപ്പൊ എന്താണ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് നമുക്ക് നോക്കാം. എന്താണ് നവ്യക്ക് ഏതാണ് സംശയം ചോദിക്കുന്നത്? ഏതാ റിപ്പീറ്റ് ചെയ്യണ്ടേ? നവ്യ ഏതാ പറയേണ്ടത്?
ക്ലെയിം എന്താണല്ലോ പാടാണോ ഈ ക്ലെയിം എന്ന് കേട്ടിട്ട്? ഞാനിപ്പോ എന്തെങ്കിലും എന്റെ ഒരു കാര്യം ആവശ്യപ്പെടുന്നു, അതിന് ക്ലെയിം എന്ന് പറയുമല്ലോ. ഇൻഷുറൻസ് കമ്പനിയോട് നമ്മൾ എന്താ ആവശ്യപ്പെടണ്ടേ? ഞാൻ ഒരു ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ വാട്ട് ഷുഡ് ഐ ക്ലെയിം ഫ്രം ദ ഇൻഷുറർ? ഇൻഷുററിന്റെ കയ്യിൽ നിന്ന് ഞാൻ എന്തായിരിക്കും ക്ലെയിം ചെയ്യേണ്ടത്? എനിക്ക് അവകാശപ്പെട്ടത്, ഞാൻ എന്തിനാ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത്? നമ്മളുടെ നെക്സ്റ്റ് ഫ്യൂച്ചർ മീൻസ് നെക്സ്റ്റ് മൊമെന്റിൽ വാട്ട് വിൽ ഹാപ്പൻ നമുക്കറിയില്ല, നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ തൊട്ട് മുന്നിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്ന ഇന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, രോഗങ്ങളാകാം, ആക്സിഡന്റുകളാകാം, പല രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഈ ഒരു ലൈഫിൽ നമ്മൾ സെക്യൂർഡ് അല്ല. അപ്പൊ നമ്മളെ തന്നെ സെക്യൂർ ചെയ്യാനും നമ്മളുടെ ആബ്സെൻസിൽ നമ്മുടെ ഫാമിലിക്ക് ഉണ്ടാകുന്ന ചില നഷ്ടങ്ങളെയൊക്കെ ദൂരീകരിക്കാൻ ഒരു പരിധിവരെ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ പറയുന്ന ഇൻഷുറൻസ് എല്ലാവരും തന്നെ എടുക്കുന്നത്. ഈ ഇൻഷുറൻസിന്റെ എമൗണ്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടണ്ടേ? അടച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി, ഇങ്ങോട്ടേക്ക് കിട്ടണ്ടേ? അത് കിട്ടാൻ വേണ്ടി ഇങ്ങോട്ട് ചോദിക്കുന്നത്, അവരോട് തരോ എന്ന് ചോദിക്കുന്നത്. അത് അതിന് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതിനുള്ള ഡോക്യുമെന്റുകളൊക്കെ ഫില്ല് ചെയ്ത് അവര് ഇൻഷുറൻസ് കമ്പനിക്കാരെ അറിയിക്കുക. അത് ഇപ്പൊ ഹോസ്പിറ്റൽസിലും ഇൻഷുറൻസിന്റെ ഡെസ്ക് ഉണ്ട് അല്ലെ? നമ്മള് ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിയുമ്പോ അവർ ചോദിക്കും, ഡോക്ടേഴ്സ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്, അവർ ചോദിക്കും ക്ലെയിം ഉള്ള ആളാണോ എന്ന് ചോദിക്കും. അപ്പൊ ഉണ്ടെങ്കിൽ നമ്മൾ പറയും ആ ഉണ്ട്. അപ്പൊ അവിടെ തന്നെ ഇൻഷുറൻസിന്റെ ഡെസ്ക് ഉണ്ട്. അപ്പൊ അവരോട് പറയും, എന്ത് ബന്ധുമിത്രാദികൾ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരോട് പറയും ആ ഇൻഷുറൻസ് ഡെസ്കിൽ ചെന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയുക. അവിടെ അതിനുള്ള ഡോക്യുമെന്റുകളൊക്കെ ഫയൽ ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. അവിടെ ചെന്ന് പറയും, അവിടെ ചെന്ന് അറിയിക്കണം. അത് ആ അറിയിക്കുന്ന എന്തിനാ? ഇതിലങ്ങോട്ട് കുറച്ചു നേരം എല്ലാവരും കൂടി വരുമോ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട്? തീർച്ചയായിട്ടും അല്ല. നമുക്ക് ആ ഒരു ആക്സിഡന്റുകളോ അല്ലെങ്കിൽ എന്താണ് പറ്റിയെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ചെലവുകൾ മീറ്റ് ചെയ്യണ്ടേ? അതിനുള്ള കാശ് കൊടുക്കണ്ടേ? ഹോസ്പിറ്റൽസിലേക്ക് കാശ് കൊടുക്കാതെ ആരും ട്രീറ്റ്മെന്റ് തരില്ല, ഒരാളും ട്രീറ്റ്മെന്റ് തരില്ല. അപ്പൊ ഒന്നുകിൽ നമ്മൾ തന്നെ എടുത്ത് കാശ് കൊടുക്കണം, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉള്ളവരാണെങ്കിൽ അത് മെഡിക്കൽ ഇൻഷുറൻസുകാരെ അറിയിച്ച് അവര് വന്ന് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി വിശദീകരിച്ച് പഠനങ്ങളൊക്കെ നടത്തി അതിന്റെ എന്താണെന്ന് വെച്ചാൽ എത്ര രൂപയാണെന്ന് വെച്ചാൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഫണ്ടിങ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് നമ്മൾ വെക്കണം. ആ റിക്വസ്റ്റ് ആണ് ക്ലെയിം എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പാർട്ടി ക്ലെയിം, തേർഡ് പാർട്ടി ക്ലെയിം രണ്ടായിട്ടാണ് ക്ലെയിമിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ക്ലെയിം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്നല്ല, രണ്ട് രീതിയിലുള്ള ക്ലെയിം ഉണ്ട്. ഒന്ന് ഫസ്റ്റ് പാർട്ടി ക്ലെയിം ആണ്. ഉദാഹരണ സഹിതം പറയുകയാണെങ്കിലാണ് എളുപ്പം മനസ്സിലാക്കാൻ. ഞാനിപ്പോ ഒരു വണ്ടി ഓടിച്ചു പോകുന്നു, കൂടുതലും എന്താ പറയാ നമ്മുടെ വെഹിക്കിൾസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഈ തേർഡ് പാർട്ടി ഫസ്റ്റ് പാർട്ടി ക്ലെയിം ഒക്കെ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഞാൻ എന്റെ വണ്ടി ഓടിച്ചു പോകുന്നു, എവിടെയെങ്കിലും ചെന്നിട്ട് എവിടെയെങ്കിലും മറിഞ്ഞു കുത്തി വീണു എന്ന് വിചാരിക്കാം. സോ എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ പറ്റി, കാലൊടിയോ അല്ലെങ്കിൽ അതിന് വല്ല സർജറീസ് വേണ്ടി വരുമോ, അങ്ങനെ എന്തെങ്കിലും പറ്റി. അപ്പൊ ആ രീതിയിൽ എന്റെ വണ്ടിക്കും എന്തെങ്കിലുമൊക്കെ തേയ്മാനങ്ങളോ അല്ലെങ്കിൽ ആകെ പൊടിയോ പൊട്ടോ ഒക്കെ ചെയ്തു എന്ന് വിചാരിക്കേ. വേറെ ആരുമില്ല അതിനകത്ത്, ആ ആക്സിഡന്റിനകത്ത് വേറെ ആരും കൂട്ടൊന്നുമില്ല, ഞാൻ എന്റെ തന്നെ കയ്യിൽ കൊണ്ട് എന്ന് മറിഞ്ഞു കുത്തി വീണിട്ട് വന്നൊരു അപകടമാണ് എന്ന് വിചാരിക്കുക. സോ അതിനകത്ത് വേറെ ആൾക്കാരൊന്നും പെട്ടിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ അറിയിക്കും, ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് നമുക്ക് അതിന്റെ ഒരു ക്ലെയിമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചോദിക്കുന്നത്. അപ്പൊ നമ്മളത് അറിയിക്കുന്നു. നമുക്ക് എന്റെ ഇൻഷുറൻസ് കമ്പനിയോട് ഞാൻ പറയാണ്, എനിക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റിയിട്ടുണ്ട്, ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ഇന്നസെന്റ് ആണ്, അപ്പൊ അതിനുള്ള ക്ലെയിമുകൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ തന്നെ എന്റെ ഇൻഷുറൻസ് കമ്പനിയോട് നടത്തുന്ന ക്ലെയിമിനെ ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയോ? ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്താണെന്ന് മനസ്സിലായാലേ തേർഡ് പാർട്ടി ക്ലെയിമിലേക്ക് പോകാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ, യെസ്. ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ് തേർഡ് പാർട്ടി ക്ലെയിം? നമ്മൾ ഇന്ന് വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഈ ഒരു ഇൻഷുറൻസിന്റെ അല്ലെങ്കിൽ ഈ ഇൻഷുറൻസിനകത്ത് ഈ ഒരു ക്ലെയിമും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് മിക്ക വണ്ടികളും ഇന്ന് പുറത്തേക്ക് ഇറക്കുന്നുള്ളൂ. തേർഡ് പാർട്ടി ക്ലെയിം, തേർഡ് പാർട്ടി ഉണ്ടോന്ന് ചിലവരൊക്കെ എങ്കിലും ചോദിക്കുന്നെങ്കിലും കേട്ടിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നമുക്കിപ്പോ അറിയാം. അതായത് നേരത്തെ പറഞ്ഞ ആ ഒരു ഉദാഹരണം തന്നെ വീണ്ടും ഞാൻ പോവുകയാണെ. ഞാൻ വണ്ടി ഓടിച്ചു പോകുന്നു. ഇപ്പൊ ഞാൻ ചെന്ന് ഇടിച്ചത് വേറെ ആരുടെയെങ്കിലും മേത്താണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേറെ ഒരാളുടെ വണ്ടിയിലാണ്. വണ്ടി അവിടെ ചിലപ്പോൾ പാർക്ക് ചെയ്തിരിക്കുകയായിരിക്കും. ആ വണ്ടി ചെന്നിട്ട് ഞാൻ ചെന്ന് ഇടിക്കുന്നു. എന്റെ വണ്ടിയല്ല, അതായത് ഓപ്പോസിറ്റ് ഉള്ളത് വേറെ ആരുടെയും വണ്ടിയാണ്, എവിടെയെങ്കിലും പാർക്ക് ചെയ്യുന്നതാ. എനിക്ക് ചിലപ്പോ കൺട്രോൾ കിട്ടിയില്ല, ഞാൻ പോയി അതുമ്പോ പോയി ഇടിക്കുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും റോഡിൽ കൂടി നടന്നു പോകുന്ന ആളെ ഞാൻ പതുക്കെ ഒന്ന് തട്ടി താഴെ ഇട്ടിട്ടു, അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലോ ഉദ്ദേശിച്ചത്. ഉദാഹരണമാണ്, എന്റെ വണ്ടി തട്ടി പതുക്കെ വീണു, ഞങ്ങൾ രണ്ടും വീണു എന്ന് വിചാരിക്കുക, ഞാനും വീണു, ആ നടന്നു പോയ ആളും വീണു എന്ന് വിചാരിക്കാം. അപ്പൊ രണ്ടു കൂട്ടർക്കും എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടാവുമല്ലോ, പറ്റിയിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും. അപ്പൊ എന്റെ ഇൻഷുറൻസ് കമ്പനി ഉണ്ടല്ല, ക്ലെയിം തരേണ്ടത് എനിക്ക് മാത്രമല്ല, ആർക്കും കൊടുക്കേണ്ടി വരും. എന്റെ ഇൻഷുറൻസിൽ നിന്ന് തന്നെ ആ ക്ലെയിം ആരും അവകാശപ്പെടും?
മറ്റേയാള്, കാരണം ആൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, അയാൾക്കുള്ള മെഡിക്കൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യണ്ടേ? വേണോന്ന് പറ, നിങ്ങൾ പറ, വേണോ വേണ്ടേ? അത് തന്നെ, മറ്റേ ആൾക്ക് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയോട്, അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ എന്റെ ഇൻഷുറൻസ് കമ്പനിയോട് ഞാനാണ് ഇൻഷുറൻസ് ചെയ്തതന്നെ. അപ്പൊ ഞാൻ ക്ലെയിം ചെയ്തപ്പോ ഞാൻ ആരുടെ വണ്ടിയിലോ അല്ലെങ്കിൽ മേത്താണോ കൊണ്ടുവച്ച് അവർക്കും കൂടി ആ ക്ലെയിമിന്റെ ഒരു ഓഹരി അവർക്കും കൂടി ലഭ്യമാക്കേണ്ടി വരും. അങ്ങനെ ഒരാളുടെ ഇൻഷുറൻസ് കമ്പനിയോട് മറ്റൊരാൾ നടത്തുന്ന ക്ലെയിം, അതിനെയാണ് നമ്മൾ തേർഡ് പാർട്ടി ക്ലെയിം എന്ന് വിളിക്കുക. ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായ? ഫസ്റ്റ് പാർട്ടി ക്ലെയിമും തേർഡ് പാർട്ടി ക്ലെയിമിങ്ങിൽ എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ ആർക്കെങ്കിലും? ഇല്ലാലോ? ഫസ്റ്റ് പാർട്ടി ക്ലെയിമും തേർഡ് പാർട്ടി ക്ലെയിമും ക്ലിയർ ആണോ? തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത് നമ്മള് ഏതെങ്കിലും ഒരാള് മറ്റൊരാളുടെ ഇൻഷുറൻസ് കമ്പനിയോട് നടത്തുന്ന ക്ലെയിം, മറ്റൊരാളുടെ ഇൻഷുറൻസ് കമ്പനിയോട് നടത്തുന്ന ക്ലെയിം എന്ന് പറഞ്ഞതിന് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഓടിച്ചിരുന്ന എന്റെ സ്വന്തം വണ്ടി ഞാൻ കൊണ്ടുപോയി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിരിക്കുന്ന മറ്റൊരാളുടെ വണ്ടിയുമ്പോ കൊണ്ടിടിച്ചു, വല്ല കാർമയാണെന്ന് വിചാരിക്കുക, അതിന്റെ ഹെഡ്ലൈറ്റ് അടിച്ചു പോയി, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കേടുപാട് വന്നു, വേറൊരാളുടെ വണ്ടിയുമേണ് കൊണ്ടുപോയി ഇടിച്ചേക്കണേ, എന്റെ വണ്ടിയാ ചെന്നിടിച്ചേക്കണേ. അപ്പൊ എന്റെ വണ്ടിക്കും എന്തെങ്കിലുമൊക്കെ പരിക്കും തേയ്മാനമൊക്കെ പറ്റിയതായിരിക്കാം, വല്ല മിറർ പോയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറ്റിയോ, അപ്പൊ എന്റെ വണ്ടിയെയും നന്നാക്കേണ്ടി വരും. അതിനുള്ള ക്ലെയിം എനിക്ക് തരണം. എനിക്ക് മാത്രം തന്നാൽ മതിയോ? വല്ലോന്റെ വണ്ടിയുമ്പോ കൊണ്ടുപോയി ഇടിച്ചേക്കണേ, അവർക്ക് യാതൊരു ബാധ്യതയുമില്ല. അവരുടെ വണ്ടി നന്നാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള റിപ്പയറിന് വേണ്ടിയിട്ടുള്ള പൈസ ചെലവാകൂലേ, അവർ നന്നാക്കില്ലല്ലോ. അവർക്കുടെ ആ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് എന്റെ ഇൻഷുറൻസിന്റെ കമ്പനിയോട് അവര് ആവശ്യപ്പെടുന്നു. അതിനെയാണ് തേർഡ് പാർട്ടി ക്ലെയിം എന്ന് വിളിക്കുക. അപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? മനസ്സിലായില്ലേ? ആയിക്കോട്ടെ, അടുത്തയിലേക്ക്. മാതാവേ, ക്ലിയർ ആണോ? നവ്യ എവിടെ പോയി? യെസ്, അടുത്തത് എക്സ്ക്ലൂഷൻ ആണ്. അടുത്തത് എക്സ്ക്ലൂഷൻ. ഇനിയൊക്കെ വേഗം പറയാൻ പറ്റിയ ടോപ്പിക്കുകളാണ് കേട്ടോ. ആ ഒരു 3 കാര്യമാണ് കുറച്ച് എങ്കിലും ആർക്കെങ്കിലും മനസ്സിലാവാതിരിക്കുള്ളായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും. അടുത്തത് എക്സ്ക്ലൂഷൻ ആണ്. എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ there are some situations or circumstances or conditions in which some of the conditions may not be covered under the policy risk. അതായത് കുറെ കാര്യങ്ങളില്ലേ, ചില കാര്യങ്ങളൊന്നും ഇൻഷുറൻസിന്റെ പോളിസിയുടെ കവറേജിനകത്ത് വരാത്ത കുറെ സർക്കംസ്റ്റാൻസസ്, സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ ഇതിനൊക്കെ മാറ്റിയിട്ടുണ്ട്, ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എക്സ്ക്ലൂഷൻ എന്ന് വിളിക്കുക. ഒഴിവാക്കപ്പെട്ടേക്കണ ചില രോഗങ്ങളാകാം, ചില രോഗത്തിന്റെ അവസ്ഥകളാകാം, ചില ട്രീറ്റ്മെന്റുകളാകാം. ഇന്ന സാധനത്തിനൊന്നും നമുക്ക് കവറേജ് കിട്ടൂല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടാവൂലേ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്ക്ലൂഷൻ എന്ന്. ഈ മാറ്റി വെച്ചേക്കേണ്ട ഏതൊക്കെയാണ് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് അന്നേരം എക്സ്പ്ലെയിൻ ചെയ്തോളാം. ഓക്കെ, എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക, ഇൻഷുറൻസിന്റെ പരിധിയിൽ വരാത്തത്, ഇൻഷുറൻസിന്റെ കവറേജ് കിട്ടാത്തത്. ഓക്കെ, അങ്ങനെ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നു, അതിനെയാണ് നമ്മൾ എക്സ്ക്ലൂഷൻ എന്ന് വിളിക്കുക. ക്ലിയർ ആണല്ലോ? അടുത്ത ടേം ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസ് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഇൻഷുറൻസ് കവറേജ് ദാറ്റ് കവേഴ്സ് ദ കോസ്റ്റ് ഓഫ് എ ഇൻഡിവിജ്വൽസ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ എക്സ്പെൻസസ്. ഒരു രോഗിക്ക്, ഒരാൾക്ക് വരുന്ന ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള ചെലവുകള്, സർജറി സംബന്ധമായിട്ടുള്ള ചെലവുകളൊക്കെ കവർ ചെയ്യുന്ന ഇൻഷുറൻസിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് വിളിക്കുക. അത് നമ്മൾ നേരത്തെ ഫസ്റ്റ് സെന്റൻസ് പറഞ്ഞത് തന്നെയാണ്, ഇത് വേറെ സ്റ്റൈലിൽ പറഞ്ഞേക്കുന്നത് മാത്രം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? അടുത്തത് മെഡിക്ലെയിം ഇൻഷുറൻസ് ആണ്. മെഡിക്ലെയിം ഇൻഷുറൻസ് എന്താണ്? മെഡിക്കലിന്റെ ക്ലെയിം കിട്ടുന്നത്, അതായത് ഹോസ്പിറ്റൽ ചെലവുകളുടെ ക്ലെയിമുകൾ, അതാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ, നമ്മളിപ്പോ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി അവിടെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ചെലവുകൾ വരുന്നുണ്ട്. ആ ചെലവുകൾ നമ്മളുടെ സം അഷ്വേർഡിന്റെ മാക്സിമം, ഇപ്പൊ 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ്, 50,000 രൂപയുടെ ഇൻഷുറൻസ് ആണ്, 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ്. അപ്പൊ മാക്സിമം ആ സം അഷ്വേർഡ് വരെയുള്ള ചെലവുകൾ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസുകളെയാണ് നമ്മൾ മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് വിളിക്കുക. അപ്പൊ ആ മെഡിക്ലെയിം ഇൻഷുറൻസ് ഏതൊക്കെ സാഹചര്യങ്ങളിൽ പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത്. എപ്പോഴൊക്കെയാണ്, ഏത് സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് മെഡിക്ലെയിം ഇൻഷുറൻസിന് അർഹതയുണ്ട്, നമുക്ക് പറ്റും, നമുക്കത് കിട്ടുന്നത് എപ്പോഴൊക്കെയാണ്? ഇൻ ദ ഇവന്റ് ഓഫ് സഡൻ ഇൽനെസ്, പെട്ടെന്ന് ഉണ്ടാകുന്ന ചില രോഗങ്ങൾ. എന്ന് വെച്ചാൽ ഇതിന് മുമ്പൊന്നും ആ രോഗം ഉണ്ടായിരുന്നില്ല, അടുത്ത കാലഘട്ടത്തിലായിട്ട് ഒരു പോളിസി ഒക്കെ എടുത്ത് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴായിരിക്കും ചില ആളുകൾക്ക് ചില അസുഖങ്ങൾ വന്നിരിക്കുക. ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളാണെങ്കിൽ
നേരത്തെ കൂടി പണ്ട് തുടങ്ങിയുള്ളവരാണെങ്കിൽ അത് ഇൻഷുറൻസിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ. അതായത് ചില അസുഖങ്ങൾ ആ പോളിസി എടുക്കുന്ന സമയത്ത് ചില അസുഖങ്ങൾ നമ്മൾക്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് കവറേജ് കിട്ടില്ല. ഇല്ലാത്ത അസുഖങ്ങൾ അപ്പൊ അതൊക്കെ മെഡിക്കലൊക്കെ ചിലപ്പോൾ ഹാജരാക്കേണ്ടി വരും. ചില രോഗമൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിലേ എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ട് എന്നുള്ളതൊക്കെ നേരത്തെ കൂടി മനസ്സിലാക്കി അതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളെ സബ്മിറ്റ് ചെയ്തിട്ടൊക്കെ വേണ്ടി വരും ഇൻഷുറൻസ് എടുക്കാനായിട്ട്. അപ്പൊ നേരത്തെ ഇല്ലാതെ ഇരുന്ന അസുഖം പെട്ടെന്ന് അടുത്ത കാലത്തിലായിട്ടൊക്കെ ഉണ്ടായ അസുഖങ്ങൾ, അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് നമുക്ക് കവറേജ് കിട്ടും. പിന്നെ ഇൻ ദ ഇവന്റ് ഓഫ് എനി ആക്സിഡന്റ്, ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് കവറേജ് കിട്ടും. ഇൻ കേസ് ഓഫ് എനി സർജറീസ്, ഏതെങ്കിലും തരത്തിലുള്ള സർജറീസ്, ആ സർജറീസ് വിച്ച് ഹാവ് ബീൻ ഒക്കേർഡ് ഓർ അറൈസൺ ഡ്യൂറിംഗ് ദ പോളിസി പീരീഡ്, പോളിസി പീരീഡിൽ നമുക്കുണ്ടാകുന്ന ഏതെങ്കിലും ടൈപ്പ് ഓഫ് സർജറീസ്, ഈ 3 കാര്യങ്ങൾക്കുമാണ് നമുക്ക് മെഡിക്ലെയിം ഇൻഷുറൻസുകൾ ലഭ്യമാകുന്നത്. ഓക്കെ, മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലൈസേഷൻ ചെലവുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെലവുകളൊക്കെ ഈ മെഡിക്ലെയിം ഇൻഷുറൻസ് വഴി നമുക്ക് കിട്ടുന്നു. ഏതൊക്കെ സാഹചര്യത്തിലാണ്? ഇൻ ദ ഇവന്റ് ഓഫ് സഡൻ ഇൽനെസ്, in the event of accident, and also in case of surgery which have arisen during the policy period. പോളിസി പീരീഡിൽ ഉടലെടുത്ത ചില തരത്തിലുള്ള ഉണ്ടായ സർജറിക്കൊക്കെ കിട്ടുന്നതാണ്. ഈ 3 ഇവന്റുകളാണ് അതിന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത് മെഡിക്ലെയിം ഇൻഷുറൻസ്. ഈ പേജ് മൊത്തം ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്നൊന്നും നമ്മൾ മാറ്റുന്നില്ല, ഇതെല്ലാം പഠിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അത്രയും ഭാഗം ക്ലിയർ ആണല്ലോ? അടുത്തതിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു അണ്ടർസ്റ്റാൻഡ് വിച്ച് ആർ, അല്ലെങ്കിൽ നമുക്കിനി അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കുറച്ച് ഇൻഷുറൻസ് ഫേം. ഇന്ത്യയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള കുറച്ച് ഇൻഷുറൻസ് കമ്പനികളുടെ പേരുകൾ, ആ പേരുകൾ പഠിക്കണം, നിർബന്ധമാണ്. ഏതൊക്കെ ഇൻഷുറൻസ് ഫേമുകളാണ് പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിലെ ഫംഗ്ഷൻ ചെയ്യുന്ന കുറച്ച് ഇൻഷുറൻസ് കമ്പനികളുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. അവൈവ ലൈഫ് ഇൻഷുറൻസ്, ബജാജ് അലയൻസ്, ഭാരതി ആക്സ, ICICI Prudential, Max New York and MetLife India. ഇങ്ങനെ 6 രീതിയിലുള്ള 6 തരത്തിലുള്ള ലൈഫ് ഇൻഷുറൻസ് ഫേമുകൾ, ഇൻഷുറൻസ് ഫേമുകൾ നമ്മുടെ ഇന്ത്യയിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അതിന്റെ പേരുകൾ ഇമ്പോർട്ടന്റ് ആണ്. വൺസ് അഗൈൻ, അവൈവ ലൈഫ് ഇൻഷുറൻസ്, ബജാജ് അലയൻസ്, ഭാരതി ആക്സ, ICICI Prudential, Max New York and MetLife India. ഓക്കെ, പേര് പഠിച്ചു വെക്കണം, കാരണം അത് ചോദിച്ചിട്ടുണ്ട്. ഇതില് ഇൻഷുറൻസ് കമ്പനികളുടെ പേര് മാത്രമല്ല, ഇനിയും കുറെ വേറെ ഏതാണ്ടൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പേരുകൾ കൂടി മിക്സ് ചെയ്തൊക്കെ തരും. അപ്പൊ ഇതിനകത്ത് ഇൻഷുറൻസ് ഫേമുകളുടെ പേര് ഏതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നന്നായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് എന്തിനാണ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം? ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികളുടെ പ്രധാനപ്പെട്ട നേട്ടം എന്താണ്? എന്തിനാണ് ഈ ഇങ്ങനെയുള്ള ഇൻഷുറൻസ് പദ്ധതികൾ? തീർച്ചയായിട്ടും ഇൻഷുറൻസ് പദ്ധതികൾ കൊണ്ട് വലിയ നേട്ടങ്ങളുണ്ട്. ബിക്കോസ് നമ്മളില്ലേ ഇത്രയും ഇന്നത്തെ കാലത്ത് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള അസുഖങ്ങൾ ഇപ്പൊ തന്നെ ഉണ്ടെന്ന് നമുക്കറിയില്ല. എന്തൊക്കെ അസുഖങ്ങളാണ് നമ്മളെ കാത്തിങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയില്ല. കാരണം അത്തരം ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മളുടേത് ഇപ്പോഴത്തെ, അല്ലെ? ഫുഡ് ഹാബിറ്റ്സിലായാലും നമ്മുടെ ജീവിത രീതികളിലായാലും ഒരുപാട് വ്യത്യാസമുണ്ട്. പണ്ടത്തെ പോലെയൊന്നും ആളുകൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കണമെങ്കിൽ അവർക്ക് കിട്ടിയ എനർജീനൊക്കെ ബേൺ ചെയ്യാനുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അവർ ഒരുപാട് ചെയ്തിരുന്നു. പറമ്പിക്കളക്കിലും ഓടലും ചാടലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടന്നൊക്കെ പണിയും. അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലൊക്കെ യാത്ര പോകാനാണെങ്കിൽ തന്നെ ഈ കാൽനടയായിട്ട് യാത്ര പോയിക്കൊണ്ടിരുന്നത്. ഇന്നാണെങ്കിൽ വണ്ടി ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ കയ്യിൽ കിട്ടാതെ നമ്മൾ പുറത്തോട്ട് വീടിന്റെ കോമ്പൗണ്ട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് കുറവാണ്. അന്നേരം തന്നെ നമുക്കറിയാം എന്തൊക്കെ അസുഖങ്ങളായിരിക്കും നമ്മളെ തേടിയിരിക്കാന്ന്. ഇപ്പൊ നമ്മളിങ്ങനെ പൈപ്പ് പോലെയൊക്കെ നടക്കും, അതിനുശേഷം ഒക്കെ ഉണ്ടാകാം. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ വി ഹാവ് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി. ഒരുപാട് കാശ് നമുക്ക് ഹോസ്പിറ്റൽസിലൊക്കെ പല സർജറിക്കോ അല്ലെങ്കിൽ മറ്റു ടെസ്റ്റുകൾക്കോ ഒക്കെ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് നമ്മളുടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ എടുത്ത് കൊടുക്കുകയാണ് വെച്ച് നമ്മുടെ പോക്കറ്റിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൽ കുഞ്ഞു സേവിങ്സ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത ഇച്ചിരിക്കോളം എന്താണ്ടും എമൗണ്ടുകൾ സേവ് ചെയ്ത് വെച്ചിട്ട് അതൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് പേയ്മെന്റ് ഔട്ട് ഓഫ് പോക്കറ്റ് മേ ലീഡ് അസ് ടു ഫിനാൻഷ്യൽ ക്രൈസിസ്. തീർച്ചയായിട്ടും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ പറ്റും നമുക്ക് ഭയങ്കരമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടും. ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? ചെയ്യോ? ഉണ്ടാകൂലേ? നിങ്ങൾ ഉറങ്ങിപ്പോയാ ഇനിയും ഉണ്ടാകും അല്ലെ? അപ്പൊ ഇപ്പൊ നമ്മൾ ഒരു ചെറിയ പനി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുക. പക്ഷെ പനി എന്ന് പറയുന്നത് 2 ദിവസം 3 ദിവസം മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല, ഇടയ്ക്ക് ചെല്ലാൻ പറഞ്ഞു എന്നിട്ടും മാറുന്നില്ല. അപ്പൊ ഡോക്ടർ ഇന്ന ടെസ്റ്റ് ചെയ്യും അന്ന ടെസ്റ്റ് ചെയ്യും എന്നൊക്കെ പറയും. ഓരോ ടെസ്റ്റുകൾക്കൊക്കെ ഓരോ എമൗണ്ടുകളാണ് അല്ലെ?
അപ്പൊ അതൊക്കെ ഹ്യൂജ് എമൗണ്ട് ഇങ്ങനെ പലതുള്ളി പെരുവെള്ളം പോലെ കുഞ്ഞു കുഞ്ഞു എമൗണ്ടുകൾ ചേർന്ന് വലിയൊരു തുക, പിന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ റൂമിന്റെ വാടക, അങ്ങനെ ഒരുപാട് ചെലവുകൾ നമുക്ക് വരും. അപ്പൊ അതൊക്കെ ചിലപ്പോൾ ചിലരെ കൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റില്ല. മീറ്റ് ചെയ്താൽ തന്നെ അതവർക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. അങ്ങനെ വരുമ്പോൾ ഇൻഷുറൻസ് കവറേജ് പെർമിറ്റ്സ് പുവർ പേഷ്യൻസ് ടു ആക്സസ് ക്വാളിറ്റി ഹെൽത്ത് കെയർ സർവീസ്. അതായത് പാവപ്പെട്ടവരാണെങ്കിലും അവർക്കും നല്ല രീതിയിലുള്ള ചെലവ് കൂടിയ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ ഹോസ്പിറ്റൽസിൽ കിട്ടാനായിട്ട് ഇൻഷുറൻസ് പോലെയുള്ള പദ്ധതികൾ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായില്ലേ? ഒന്നാമത്തെ പോയിന്റിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ. നെക്സ്റ്റ് വൺ, കോസ്റ്റ്ലി ഹെൽത്ത് കെയർ മേ ലീഡ് പീപ്പിൾ ഓർ ഫാമിലീസ് ടു പോവർട്ടി. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് പറയാമോ? ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ചെലവുകളാണ് ഹോസ്പിറ്റൽസിൽ വരുന്നത്. അത്തരം കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുമ്പോൾ ചില ഫാമിലീസ് തന്നെ എവിടേക്ക് പോകുന്നു? ദാരിദ്ര്യത്തിലേക്ക് ആണ്ട് പോകുന്നു. ചിലപ്പോ ഉള്ളത് മുഴുവൻ വിറ്റ് വർഗീട്ടായിരിക്കും ആ ഒരു രോഗത്തിനുള്ള ചികിത്സയൊക്കെ നടത്തിയേക്കണേ. അവസാനം ചികിത്സയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും കിടന്നുറങ്ങാൻ വീടില്ലാണ്ട അവസ്ഥ പോലും ചില ആളുകൾക്ക് വരുന്നുണ്ട്, ഇല്ലേ? ആലോചിച്ച് നോക്കി, നമ്മൾ എത്രയോ ആളുകളുടെ വീഡിയോ എന്താ പറയാ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയാ ഫോട്ടോസും അല്ലെങ്കിൽ അവരുടെ റിക്വസ്റ്റും ഒക്കെ നമ്മൾ എത്ര എണ്ണം കണ്ടിരിക്കുന്നു, എത്ര എണ്ണം ഷെയർ ചെയ്തിരിക്കുന്നു, അല്ലെ? നമ്മൾ എത്ര രൂപ വീതം കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു ആ നിസ്സഹായ അവസ്ഥയൊക്കെ കാണുമ്പോൾ അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു. ഇനിയിപ്പോ ഈ ഒരാളുടെ ചിലപ്പോൾ കുട്ടികളാകാം, സ്വന്തം പ്രിയപ്പെട്ടവരാകാം. അങ്ങനെ വരുമ്പോ അവരുടെ ആ ലൈഫിന് അവർക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഉള്ളത് മുഴുവൻ വെച്ച് പറക്കിയിട്ട് അവർ ചെയ്തു. പക്ഷെ എങ്കിലും അതൊന്നും അടുത്ത് പോലും എത്തിയില്ല. ചിലപ്പോൾ വലിയ സർജറീസ് ഒക്കെ നടത്താൻ ഒത്തിരി ഫണ്ടൊക്കെ വേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്ക് ഒന്നും ഇല്ലാതെ ആകും. അവസാനം എല്ലാം തീർന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോവർട്ടിയിലേക്ക് വരെ പോകും. പക്ഷെ മെഡിക്കൽ ഇൻഷുറൻസ് ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ അവോയ്ഡ് സച്ച് സിറ്റുവേഷൻസ്. അത്തരം സന്ദർഭങ്ങളെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ ഒരു പരിധി വരെ മെഡിക്കൽ ഇൻഷുറൻസ് കൊണ്ട് സാധിക്കുമെന്നുള്ളത് മറ്റൊരു നേട്ടം. ഇനി അടുത്തത് മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് പെർമിറ്റ്സ് പേഷ്യൻസ് ഫോർ നെഗോഷിയേഷൻ. എന്താ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ കൂടിയാലോചിക്കുക എന്നാണ്. ആരുമായിട്ട്? ഇൻഷുറൻസ് കമ്പനിക്കാർക്ക് ഈ പേഷ്യൻസുമായിട്ട് ആലോചിക്കാം എവിടെ ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് കിട്ടണം. അപ്പൊ അവർക്ക് കിട്ടേണ്ട രീതിയിലുള്ള അവർക്ക് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കമ്പനിക്കാർക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാനും സാധിക്കുമെന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഇപ്പൊ പുവർ പീപ്പിൾ അവർക്കൊന്നും കുറച്ച് ഭയങ്കര പാവപ്പെട്ടവരൊക്കെയാണ്, ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പൊ മെഡിക്കൽ ഇൻഷുറൻസുകാർ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടാനുള്ള സാധ്യതകൾ ഞങ്ങൾ ഒരുക്കി തരാം. അപ്പൊ അവരോട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് മനസ്സിലാക്കി കൊടുത്ത് അവരെ ആ ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ഇൻഷുറൻസ് കമ്പനിയും അല്ലെങ്കിൽ ഇൻഷുറൻസ് സ്കീമുകൾ കൊണ്ടേ സാധിക്കുള്ളൂ. അല്ലാതെ അവർക്ക് ചിലപ്പോൾ അറിയില്ല എവിടെ പോകണം, എന്ത് ചെയ്യണം. കണ്ടോ, അങ്ങനെ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കാനേ അവർക്ക് ചിലപ്പോൾ പറ്റുള്ളൂ. അപ്പൊ ഈ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഉണ്ടല്ല, അവര് തന്നെ വന്ന് ക്വാളിറ്റി ട്രീറ്റ്മെന്റ് എവിടെ കിട്ടുന്നോ അവിടേക്ക് കൊണ്ടുപോകും. മനസ്സിലായ? ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വൺ, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊട്ടക്ട്സ് us from high unexpected cost. വലിയ ഹ്യൂജ് ആയിട്ടുള്ള ചെലവുകൾ, അപ്രതീക്ഷിതമായ ചെലവുകളിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. ഏത്? ഹെൽത്ത് ഇൻഷുറൻസ്. വലിയ ഹ്യൂജ് ചെലവ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചേണ്ടി വേണം. തീർച്ചയായിട്ടും അല്ലട്ടോ. നമുക്കുണ്ടാകുന്ന രോഗങ്ങള്, ആക്സിഡന്റ്, മെഡിക്കൽ സംബന്ധമായിട്ടുള്ള ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ആരോഗ്യപരമായിട്ടുള്ള ചില സംരക്ഷണത്തിന് വേണ്ടി വരുന്ന അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചെലവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി നമുക്ക് അതിനെതിരെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെന്താണ്? ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ക്യാൻ ബി മെയ്ഡ് പോസിബിൾ അല്ലെങ്കിൽ ക്യാൻ ബി അഫോർഡബിൾ. നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ട്രീറ്റ്മെന്റുകളും ഈ പറയുന്ന ഇൻഷുറൻസ് സ്കീം വഴി നമുക്ക് കിട്ടുന്നു. എനിക്ക് ട്രീറ്റ്മെന്റ് കിട്ടണം എന്നുണ്ട്, പക്ഷെ ക്വാളിറ്റി സർവീസസ് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോകാനൊന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവര് നമ്മളെ എന്ത് ചെയ്തോളും? കണക്ട് ചെയ്തോളും. ക്വാളിറ്റി സർവീസസ് ട്രീറ്റ്മെന്റ് എവിടെ കിട്ടുന്നു അവിടത്തേക്കൊക്കെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും ഇവർക്ക് ഇൻഷുറൻസ് ഉള്ളവരല്ലേ, അതുകൊണ്ട് ഇവർക്ക് നല്ല ട്രീറ്റ്മെന്റ് ഒന്നും കൊടുക്കണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് അവിടെ ആര് ഇടപെടും? ഇൻഷുറൻസ് കമ്പനി ഇടപെടും. ഞങ്ങൾ തരുന്നത് കാശ് തന്നെയല്ലേ. ഞങ്ങള് ഈ പറയുന്ന ആളുടെ എക്സ്പെൻസുകളൊക്കെ ഞങ്ങളാ മീറ്റ് ചെയ്യുന്നത്. സോ ദേ ഹാവ് ടു ബി ഗിവൺ ബെറ്റർ ട്രീറ്റ്മെന്റ്. തീർച്ചയായിട്ടും അവർക്ക് നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തോളണം എന്ന് ആർക്കും അവകാശപ്പെടാം. മെഡിക്കൽ ഇൻഷുറൻസുകാർക്ക് അവകാശപ്പെടാമല്ലോ. അതുകൊണ്ട് അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് അങ്ങനെ ഒരു ഇൻഷുറൻസ് സ്കീം ഉണ്ടാകുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്,
ടാക്സ് ബെനിഫിറ്റിന് വേണ്ടിയും ഒരു ഇൻഷുറൻസ് സ്കീമിൽ അംഗമാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്താണ് ഈ ടാക്സ് ബെനിഫിറ്റ്? ടാക്സ് കൊണ്ട് എന്താ നേട്ടം ഇവിടെ? ഈ പറയുന്ന ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞിട്ട് എന്താ ഇവിടെ ടാക്സിന് എന്താ കാര്യം എന്ന് നമ്മൾ വിചാരിക്കും. തീർച്ചയായിട്ടും അവിടെ കാര്യമുണ്ട്. അതായത് ഈ ഇൻഷുറൻസ് സ്കീമിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്കൊരു പ്രീമിയം എമൗണ്ട് അടയ്ക്കേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, ഇൻഷുറർക്ക് ഒരു നിശ്ചിത തുക ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കും. അതൊരു കുഞ്ഞു കുഞ്ഞു തുകയാണെങ്കിലും when it is converted into a year amount, ഒരു വർഷത്തെ എമൗണ്ട് ആയിട്ടൊന്ന് നോക്കിയേ, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ, അതൊരു വലിയ എമൗണ്ട് തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ ടാക്സബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ആണെങ്കിൽ, ടാക്സ് കൊടുക്കേണ്ട വരുന്ന വ്യക്തികൾക്ക് ഇല്ലേ, ഈ അടച്ച പ്രീമിയം ഒന്നുമില്ല, ഈ പ്രീമിയം തിരിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടിന്റെ ടാക്സ് പേ ചെയ്താൽ മതിയാകും. അപ്പൊ ടാക്സിന്റെ ബെനിഫിറ്റിന് വേണ്ടിയും ഇൻഷുറൻസ് സ്കീം നല്ലതാണ്. അതുകൊണ്ടാണ് അഡ്വാൻറ്റേജിനകത്ത് കയറി വന്നേക്കുന്നത്. മനസ്സിലായോ? അതായത് ടാക്സബിൾ ആയിട്ടുള്ള പേഴ്സൺസ്, ഭയങ്കര കൂടുതൽ ഇൻകം ഒക്കെ ഉള്ള സാലറീഡ് പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ടാക്സ് കൊടുക്കേണ്ടി വരും. ആ ടാക്സ് കൊടുക്കുന്നത് ഇത്ര പെർസെന്റേജ് ആയിരിക്കും. ഗവൺമെന്റ് ഇൻകം ടാക്സ് ഇത്ര പെർസെന്റേജ് അടക്കണമെന്ന് പറഞ്ഞ് ബില്ലൊക്കെ വരുമ്പോ ആ ടാക്സബിൾ എമൗണ്ടിന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും ഇൻഷുറൻസ് സ്കീം ഉണ്ട്, അതിന്റെ പ്രീമിയം അടയ്ക്കുന്നവരാണെങ്കിൽ ആ പ്രീമിയത്തിന്റെ തുക എന്ത് ചെയ്താൽ മതി, ഈ കൊടുക്കാനുള്ള എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ളതിന്റെ ടാക്സ് പെർസെന്റേജ് ഗവൺമെന്റ് ഈടാക്കുന്നു. അപ്പൊ ടാക്സ് ബെനിഫിറ്റിന് വേണ്ടിയും ഇൻഷുറൻസ് സ്കീം ബെറ്റർ ആണ്, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള നേട്ടമാണ്. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലെ? അഡ്വാൻറ്റേജസ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്. ഓക്കെ. അപ്പൊ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കുക ആദ്യം തന്നെ. ടാക്സ് നമ്മൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടി വരുന്ന സാധനമാണ് ടാക്സ്. നികുതി. അപ്പൊ ചില ആളുകൾക്ക് ഒത്തിരി സാലറി ഒക്കെ ഉള്ള ആൾക്കാർക്ക്, ഹൈ ഇൻകംഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ടാക്സ് കൊടുക്കേണ്ടി വരും ഗവൺമെന്റിന്. ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഇൻകമിന് അബവ് ഒക്കെ വരുമാനം നേടുന്ന ആൾക്കാർക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇൻകം ടാക്സ് കൊടുക്കേണ്ട സമയത്തില്ലേ ഇതുപോലെ പ്രീമിയം അടച്ച കാശുണ്ടെങ്കിലേ നമ്മൾ ഇൻഷുറൻസിലേക്ക് വേണ്ടിയിട്ട് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ഒരു പ്രീമിയം എമൗണ്ട് അടയ്ക്കൂലേ? അത് ചിലപ്പോ 1000 വീതം മാസത്തിലായിരിക്കാം, 2000 വീതമാകാം, 10,000 വീതമാകാം, അത് ഏതെങ്കിലും ആയിക്കോട്ടെ. ആ എമൗണ്ട് എത്രയാണോ അത് അടച്ചിരിക്കുന്നത്, അതൊരു വർഷത്തിലേക്ക് ആകുമ്പോൾ ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ. ആ എമൗണ്ട് ഡിഡക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ടിന്റെ ഇൻകം ടാക്സ് അടച്ചാൽ മതിയാകും. അതുകൊണ്ടാണ് ടാക്സിന് വേണ്ടിയിട്ടുള്ള ഒരു ബെനിഫിറ്റിന് വേണ്ടിയും ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എടുക്കുന്നത് നല്ലതാന്ന് പറയുന്നതിന്റെ കാരണം. ക്ലിയർ ആയോ ടാക്സ് ബെനിഫിറ്റ്? ഓക്കെ. യെസ്. അടുത്തത് നമ്മൾ ഇനി പറയാൻ പോകുന്നത് എക്സ്പെൻസസ് വിച്ച് ആർ കവേർഡ് ബൈ ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യുന്ന ചില ചെലവുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഏതൊക്കെ ചെലവുകൾ ഹെൽത്ത് ഇൻഷുറൻസിന്റെ സ്കീമിനകത്ത് വരും, അതിന്റെ കവറേജിനകത്ത് വരും. ഇൻഷുറൻസ് കമ്പനി ഒരുപാട് പ്ലാനുകൾ മെഡിക്കൽ ആയിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഏതൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ചെലവുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത് എന്നൊക്കെ ഇൻഷുറൻസ് കമ്പനി ഒരുപാട് പ്ലാൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് കുറച്ചൊക്കെ നമ്മൾ ഇനി പഠിക്കാൻ പോവാണ്. ഒന്നാമത്തേത് ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ ആണ്. ഇൻപേഷ്യന്റ് ആകാന്ന് പറഞ്ഞാൽ എന്താ? അഡ്മിറ്റഡ് ആകുക, പേഷ്യന്റിനെ അഡ്മിറ്റഡ് ആക്കുക. അഡ്മിറ്റഡ് ആയി കഴിയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ചെലവുകൾ വരും അല്ലെ? ഒരുപാട് ചെലവുകൾ വരും. അതിനകത്ത് ആ ചെലവുകളിൽ വിച്ച് ഓൾ എക്സ്പെൻസസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഇൻഷുറൻസ് പോളിസി കവറേജ്. ഇൻഷുറൻസിന്റെ പോളിസി കവറേജിന്റെ അകത്ത് വരുന്ന ചെലവുകൾ ഏതൊക്കെയാണെന്ന് എടുത്തു പറയുന്നുണ്ട്. ദേ ആർ റൂം റെന്റ്, റൂമിന്റെ വാടക, ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ ഫീസ്, ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ ഫീസ് ഒക്കെ ചിലതൊക്കെ വലുതായിരിക്കും, കൂടുതലുണ്ടായിരിക്കും. അതൊക്കെ നഴ്സിംഗ് എക്സ്പെൻസുകൾ, ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി വന്നേക്കുന്ന ചെലവുകൾ, ICU ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ചാർജസ്, പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള സർജറീസ് നടത്തിയിട്ടുണ്ടെങ്കിൽ സർജറി ചാർജസ്, പിന്നെ മറ്റ് കോസ്റ്റുകൾ, മറ്റു തരത്തിലുള്ള ചെലവുകൾ ലൈക്ക് സർജിക്കൽ ടൂൾസ്, ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽസ്, അങ്ങനെ പലതും. ഓക്കെ. അതായത് ഇപ്പൊ ഒരു പേഷ്യന്റിന് ഓപ്പറേഷൻസ് നടത്തണം, അപ്പൊ ഓപ്പറേഷന് വേണ്ടി വരുന്ന ടൂൾസ് ഒക്കെ നമുക്കറിയാലോ. പല ഓപ്പറേഷൻസ് നടത്തുന്നതിന്റെ ബേസിസിൽ അവർക്ക് ഒരുപാട് ടൂൾസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ചില ടൂൾസ് കനോട്ട് ബി യൂസ്ഡ് അഗൈൻ ഫോർ അനദർ പേഷ്യൻസ്. ചിലപ്പോ ചില ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അത് ഡിസ്പോസ് ചെയ്യേണ്ടതായിരിക്കും, ഒരാൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ നമുക്കത് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന ടൂൾസ്, അങ്ങനെയുള്ളത് ഓരോ പേഷ്യന്റിനും പുതിയത് വാങ്ങിക്കേണ്ടി വരും. അപ്പൊ അതിന് ചെലവല്ലേ? അപ്പൊ അത്തരം ടൂൾസ് വാങ്ങിക്കുന്നതാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പരിശോധിക്കാൻ, എന്തെങ്കിലുമൊക്കെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില മെറ്റീരിയൽസ്, അതും ചിലപ്പോൾ പേഷ്യന്റിന്
റീയൂസ് ചെയ്യാൻ പറ്റുന്നതല്ല, ഡിസ്പോസ് ചെയ്യുന്നതാണ്. അപ്പൊ അത് വാങ്ങിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ചെലവുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്ന എക്സ്പെൻസിന്റെ കീഴിൽ എന്ത് ചെയ്യുന്നു, കവറേജ് കിട്ടുന്ന എക്സ്പെൻസുകളാണ്. അപ്പൊ ഒന്നുകൂടി പറയാം, ഇൻ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകളിൽ വരുന്നത് റൂം റെന്റ്, നഴ്സിംഗ് ചാർജസ്, ICU charges, doctor's consultation and surgery. Also other costs like surgical tools and diagnostic materials. Clear ആയോ? ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും ഇൻഷുറൻസ് കമ്പനിയുടെ അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസിയുടെ കവറേജിനകത്ത് വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ്. ഇനിയും ചെലവുകളുണ്ട്. എന്തൊക്കെ ചെലവുകളാ? പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന കുറെ ചെലവുകൾ. നമ്മള് ഡോക്ടറെ കണ്ടു, OP വന്നു, ചീട്ടെടുത്തു, അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഡോക്ടർ ആയിരിക്കും തീരുമാനിക്കുക ആളെ അഡ്മിറ്റ് ചെയ്യണോ വേണ്ടത്. അതല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ വരും പേഷ്യൻസ്, എമർജൻസി സിറ്റുവേഷൻസിൽ കാഷ്വാലിറ്റി വരും. അപ്പൊ കാഷ്വാലിറ്റിയിൽ ഡോക്ടേഴ്സ് ചെന്നു, അവിടെ വേണ്ട ചില പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം ഹോസ്പിറ്റലില് പേഷ്യന്റിനെ ചിലപ്പോ OT-യിലേക്ക്, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറയാം, ചിലപ്പോൾ ICU-യിലേക്ക് മാറ്റാൻ പറയാം, ചിലപ്പോൾ അഡ്മിറ്റ് ആക്കാൻ പറയാം, അങ്ങനെ പല രീതിയിലും പറയും അല്ലെ. അപ്പൊ അതൊക്കെ അതിനുശേഷമാണ് ഉണ്ടാക്കുക. അപ്പൊ അഡ്മിറ്റ് ചെയ്തതിന് മുമ്പ് ഉള്ള ചില ചെലവുകൾ കവർ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇൻഷുറൻസ് പോളിസിക്കകത്ത്. അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. It includes doctor's consultation, medical investigations, primary procedures, preventive surgeries, diagnostic tests, and also medicines. ഇതൊക്കെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകളാണ്. ഇതെല്ലാം തന്നെ ആര് മീറ്റ് ചെയ്യും? ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്യുന്നതാണ്. അതായത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തത്, മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്, ചിലപ്പോൾ ആളെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പല മറ്റ് ടെസ്റ്റുകളൊക്കെ നടത്തി നോക്കി, മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി നോക്കി, അതിന്റെ പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ പ്രിവെന്റീവ് സർജറീസ്. പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ചില കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടി ചെയ്ത ചില സർജറി പെട്ടെന്ന് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോ ഭയങ്കര റോഡ് ആക്സിഡന്റ് ഒക്കെ ആയിട്ട് വന്നിട്ട് ചില പേഷ്യൻസിന്റെ ഒക്കെ ഇങ്ങനെ ബ്ലഡ് ഒക്കെ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്ത് സർജറി ചെയ്താൽ മാത്രമേ ആ ഒരു എന്താ പറയാ ബ്ലഡ് ഫ്ലോ നമുക്ക് നിർത്താനൊക്കെ പറ്റുള്ളൂ, പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് സർജറി ആയിരിക്കും നടക്കുക. അല്ലാണ്ട് അഡ്മിറ്റ് ചെയ്തതിനു ശേഷം സർജറി ചെയ്യാം എന്നൊക്കെ പറയാൻ സമയമുണ്ട് അതിനകത്ത് അവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് അത്തരം പ്രിവെന്റീവ് സർജറീസ്, പിന്നെ എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ നടത്തിയതിന്റെ അതിന് മുമ്പ് തന്നെ എന്താ പറയാ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ചില മെഡിസിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അതിന്റെ എല്ലാം ചെലവുകൾ പ്രീ ഹോസ്പിറ്റലൈസേഷൻ ഹെഡിലാണ് വരിക. ഇതെല്ലാം ഇൻഷുറൻസ് കവറേജിന്റെ ഉള്ളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പോയിന്റുകളും ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷന്റെ 6 പോയിന്റ്. പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിനകത്ത് ഈ ഒരു സെന്റൻസ്, ദീസ് കൺസിസ്റ്റ് ഓഫ് ഡോക്ടർ കൺസൾട്ടേഷൻ, മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ സെന്റൻസ് അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. പ്രീ ഹോസ്പിറ്റലൈസേഷനിനകത്ത് വരുന്ന ആ രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അടുത്തത് ഇതൊക്കെ സിമ്പിൾ സാധനമാണ്. ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് ഒന്നുമില്ല. ഇതൊക്കെ നമ്മൾ ഡെയിലി എവിടെയെങ്കിലും ഒക്കെ കേൾക്കുകയും കാണുകയും എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ അല്ലെ? എത്ര ബുദ്ധിമുട്ടുണ്ടോ? ടേമുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആയി. ഓക്കെ, നെക്സ്റ്റ് വൺ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. അപ്പൊ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിന് മുമ്പ് വന്നേക്കുന്ന ചെലവുകളൊക്കെ ഇൻഷുറൻസ് കമ്പനി ഏതൊക്കെയാണ് കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു, കവറേജ്. അതുപോലെ തന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസും ഉണ്ട്. എന്ന് വെച്ചാൽ ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയി അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിന് മുമ്പ്, ഡിസ്ചാർജ് ചെയ്തു, ഇന്നിപ്പോ രാവിലെ വന്നിട്ട് പറയും, നഴ്സ് വന്നിട്ട് പറയും ഇന്ന് നിങ്ങൾ ഡിസ്ചാർജ് ആണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ വേഗം കെട്ടും കടയും കെട്ടും അപ്പൊ തന്നെ ഇറങ്ങും നമ്മൾ അവിടുന്ന്. ഇല്ല, അന്ന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. ബില്ല് വന്നം അല്ലെ, ബില്ലിന്റെ ഏതെങ്കിലും ഇനി ഔട്ട്സ്റ്റാൻഡിങ് ബാക്കി ഉണ്ടോ ഇനി കൊടുക്കാൻ ഇൻഷുറൻസ് കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ക്ലെയിം ഉള്ളതുകൊണ്ട്. അതുകൂടാതെ ഇനി എന്തെങ്കിലും എയർപോർട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചേക്കോ മറ്റേതെങ്കിലും ക്ലിയർ ചെയ്യാനുള്ള ബില്ലുകൾ ഉണ്ടോ അത് വരണം. ഈ പേഷ്യന്റിന് ഇനി വീട്ടിൽ കൊണ്ടുപോയി ചെയ്യേണ്ട കാര്യങ്ങൾ ഇൻസ്ട്രക്ട് ചെയ്യാനുണ്ടായിരിക്കും. അതുകൊണ്ട് ഡോക്ടറെ ഒന്നുകൂടി കൺസൾട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അതുണ്ടാകും. പിന്നെ എന്തെങ്കിലും പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി വേറെ എന്തെങ്കിലുമൊക്കെ നോർമൽ ആയോ അറിയാൻ വേണ്ടി വല്ല ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ കുറെ മെഡിസിൻസ് എന്തായാലും കൊടുത്തുവിടും അത്, പിന്നെ തെറാപ്പീസ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വീണ്ടും ഒന്നുകൂടിയൊക്കെ ചില കാര്യങ്ങൾ വരുന്നുണ്ട്. അത്തരം എക്സ്പെൻസുകളിനെയാണ് നമ്മൾ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്ന് വിളിക്കുക. അതെല്ലാം തന്നെ ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്യുന്ന ചെലവുകളാണ്. ക്ലിയർ ആയോ? അപ്പൊ ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ദീസ് കൺസിസ്റ്റ് ഓഫ്, ഇത്
പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് കൺസിസ്റ്റ് ഓഫ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കൺസൾട്ടേഷൻ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, മെഡിസിൻസ്, തെറാപ്പീസ്, ഡ്രഗ്സ് എക്സെട്ര. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. പ്രീ ഹോസ്പിറ്റലൈസേഷന്റെയും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷന്റെയും ലാസ്റ്റത്തെ രണ്ട് സെന്റൻസ് ലാസ്റ്റത്തെ സെന്റൻസുകളാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ടേമുകളെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ആ ഫസ്റ്റ് പേജ് മൊത്തം ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് പേജിൽ ഞാൻ പറഞ്ഞത് ആ എക്സ്പെൻസസ് കവേർഡ് ബൈ ഹെൽത്ത് ഇൻഷുറൻസില് ഒന്നാമത്തെ പോയിന്റിൽ ഒരു 6 കുഞ്ഞു കുഞ്ഞു എന്താ പറയാ മറ്റേ ഈ സാധനം ബുള്ളറ്റ് ഇട്ട് എഴുതിയിരിക്കുന്നത് ഉണ്ടല്ലോ, റൂം റെന്റ് എന്നൊക്കെ പറയുന്നത്, അത് പ്രീ ഹോസ്പിറ്റലൈസേഷനിൽ രണ്ടാമത്തെ സെന്റൻസ്, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനിൽ രണ്ടാമത്തെ സെന്റൻസ്. ആ രണ്ടാമത്തെ സെന്റൻസ് ദീസ് കൺസിസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞ് പഠിക്കരുത്. അത് പഠിച്ചാ കിട്ടൂല കേട്ടാ. ദീസ് കൺസിസ്റ്റ് ഓഫിന് പകരം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ത്, പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് കൺസിസ്റ്റ് ഓഫ്. അതുപോലെ തന്നെ അടുത്തയില് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കൺസിസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞ് എഴുതണം. അങ്ങനെയാണ് പഠിക്കേണ്ടത്. അല്ലെങ്കിൽ ആ ഹെഡിങ് പഠിക്കാണ്ട് ദീസ് കൺസിസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞ് പഠിക്കരുത്. നിങ്ങൾ അങ്ങനെ ഈ എന്താ പറയാ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ മാത്രം വായിച്ചു ആൻസർ പഠിക്കുന്ന രീതിയിലേക്ക് പഠിക്കുമ്പോ അങ്ങനെ പഠിച്ചാൽ പണി പാടും. ആൻഡ് നെക്സ്റ്റ് വൺ, അടുത്ത എക്സ്പെൻസ് ഏതാ കവറേജ് കിട്ടുന്ന? ആംബുലൻസ് ചാർജസ്. നമുക്കറിയാം പേഷ്യന്റുകൾ എവിടെയെങ്കിലും ചിലപ്പോ തീരെ വയ്യായിക ഉള്ള പേഷ്യൻസിന്, ഒട്ടും തന്നെ നമുക്ക് രീതിയിൽ കൊണ്ടുവരാൻ പറ്റാത്ത പേഷ്യൻസിനെ ആംബുലൻസിലായിരിക്കും ഹോസ്പിറ്റൽസിലേക്ക് എത്തിക്കുക. ഇപ്പൊ കുറച്ച് ദൂരെയൊക്കെയുള്ള ഹോസ്പിറ്റൽസിലേക്കാണ് ഈ പറയുന്ന പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇറ്റ് വിൽ ഹാവ് സം ചാർജസ് അല്ലെ, കുറച്ച് പൈസയൊക്കെ ചെലവാകുന്ന പെട്രോളോ ഡീസലോ എന്താന്ന് വെച്ചാൽ അതൊക്കെ അടിക്കണ്ടേ. അപ്പൊ അതിന് ഒത്തിരി ചെലവുകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആംബുലൻസുമായിട്ട് വരുന്ന ആൾ മാത്രമല്ല, അതിനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആൾക്കാരോ അവർക്കൊക്കെ കൊടുക്കേണ്ടി വരുന്ന ചാർജസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ആ ആംബുലൻസ് ചാർജസ് എല്ലാം തന്നെ നമ്മുടെ ഇൻഷുറൻസ് കവറേജിൽ വരുന്നതാണ്. ബൈ ഷിഫ്റ്റിംഗ് ദ പേഷ്യൻസ് ടു ദ ഹോസ്പിറ്റൽ ബൈ ആൻ ആംബുലൻസ്. ആംബുലൻസിൽ ഹോസ്പിറ്റൽസിലേക്ക് പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആംബുലൻസ് സർവീസസ് ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ കമ്മിങ് അണ്ടർ ദ കവറേജ് ഓഫ് ഇൻഷുറൻസ് പോളിസി. ഇൻഷുറൻസിന്റെ കവറേജിൽ വരുന്നതാണ്. 4 എണ്ണമാണ് ഇന്ന് നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ കാര്യങ്ങള്. ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ, പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആൻഡ് ആംബുലൻസ് ചാർജസ്. ഒരു 3 എണ്ണം കൂടി ഉണ്ട്. ഞാൻ ഇത്ര വരെ എടുക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ വരെ ഈ 2 പേജ് എടുക്കുന്നുള്ളൂ. 2 പേജ് ക്ലിയർ ആയോ എല്ലാവർക്കും? മനസ്സിലായോ? എനി ഡൗട്ട്സ്? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. പുതിയ ചാപ്റ്റർ ആയതുകൊണ്ടും പിന്നെന്തോ ഇവിടെ എന്താ സംശയം ഞാൻ നോക്കട്ടെ. പുതിയ ചാപ്റ്റർ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടാ ഞാൻ അത്ര എടുത്തു എന്ന് പറയുന്നത്. ഇനി അടുത്ത കുറച്ച് ഇച്ചിരി വലിയ ചാപ്റ്റർ തന്നെയാണ്. അപ്പൊ നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇത്രയും വെറുതെ പോയാൽ പറ്റില്ല. ഇന്ന് ഫസ്റ്റ്